ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശരത് എല്ലാ ഗ്രൂപ്പുകളിലും എന്ത് മെസ്സേജ് അയക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വൺസ് അഗെയിൻ ഫോർ ടുഡേ സെഷൻ. ഇന്നത്തെ മോർണിംഗ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണി മാനേജ്മെന്റ് ആണ്. മണി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ പണത്തെ നമ്മൾ മാനേജ് ചെയ്യണം, ഈ വിഷയമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് ആരംഭിക്കാം. All right. Good morning. Thank you so much once again. അപ്പോൾ മണി മാനേജ്മെന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളുടെ 5ാമത്തെ ദിവസമാണ് അല്ലെ? 5ാമത്തെ ആണോ 6ാമത്തെ ദിവസം അല്ലെ? 6th ഡേ. നമ്മളുടെ 6th ഡേയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. 6th ഡേയിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മളുടെ സെഷനിലേക്ക് 6ാമത്തെ ദിവസത്തെ കോച്ചിങ്ങിലേക്ക്, അതായത് വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ട്, സമ്പത്ത് സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള സെഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഹൈലൈറ്റ് തോന്നിയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ എന്താണ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് 3 പോയിന്റ്സോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു പോയിന്റെങ്കിലും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് തട്ടിയിട്ടുള്ള ഒരു പോയിന്റ് ഒന്ന് ഷെയർ ചെയ്യുക. ജസ്റ്റ് ഷെയർ. What is your learning? ബെസ്റ്റ് ലേണിംഗ് എന്താണ്? ഷർമിന പറയുന്നു ഗ്രാറ്റിറ്റ്യൂഡ്. പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. നിഷാദ് പറയുന്നു മൈൻഡ് സെറ്റ് ഇസ് എവറിത്തിങ്. ഇന്നലത്തെ ക്ലാസ് ആണെന്ന് പറയുന്നു. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള ക്ലാസ്. ഓക്കെ, വെരി ഗുഡ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണെന്ന് പറയുന്നു. ഓക്കെ, വേറെ ഓരോരുത്തരോടും പറയൂ, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം അങ്ങോട്ട് നൽകുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ നല്ല രീതിയിലേക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. അതിലേതാണ് നിങ്ങളെ ശരിക്കും ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത്. ഏതാണ് നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കി തരുന്ന രൂപത്തിൽ നിങ്ങളെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്താണ്, ഏത് പോയിന്റ് ആണ്, അതാണ് നമുക്ക് അറിയേണ്ടത്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അതാണ്. ഓക്കെ, സോ ടെൽ മീ വിച്ച് വൺ ഈസ് ഓക്കെ. എങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മണി മാനേജ്മെന്റ് ആണ്. മണി മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു സംഗതി ഉണ്ട്. എന്തോ നമുക്ക് ആവശ്യമുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ഈ നമുക്ക് നിലവിൽ വരുന്ന പണത്തെ നമ്മൾ എങ്ങനെയാണ് നിലവിൽ വരുന്ന പണത്തെ നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ വിഷയത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. സോ കമന്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. നിങ്ങളുടെ കമന്റുകൾ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഷാജാൻ പറയുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഐഡിയാസ്, നല്ല ഐഡിയാസ് വരണം എന്നുള്ളതാണ്. സ്മിത സുനീഷ് പറയുന്നു പോസിറ്റിവിറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ആശാ സതീഷ് പറയുന്നു പ്യൂരിറ്റി വിത്തിൻ. നമ്മുടെ ഉള്ളിലുള്ള പ്യൂരിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് എന്തെങ്കിലും സമ്പത്ത് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, രഹന പറയുന്നു ഓക്കെ, വെരി ഗുഡ്. മൈൻഡ് സെറ്റ് ഓക്കെ, മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലായി. വെൽക്കം ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് മനസ്സിലായി. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി ഹാഫിസിന്. ഓക്കെ, വെരി ഗുഡ്. ആർക്കൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നി? ആർക്കൊക്കെ എത്ര പേർക്കൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായി? ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ള സംഗതിയിലേക്ക് ഹാഫിസ് വന്നു. ഓക്കെ, വെരി ഗുഡ്. മണി മാനേജ്മെന്റ് നിർബന്ധമാണ്. യെസ്റ്റർഡേ ഐ സ്പെൻഡ് മോർ അൺനെസസറിലി. ഷർമീന ഓക്കെ, ഇന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷർമീന. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. എങ്ങനെ നമ്മളുടെ പണത്തെ നമുക്ക് മാനേജ് ചെയ്യാം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ബിസിനസ് ഗ്രോ ചെയ്യണം, നിലവിലുള്ള ബിസിനസ് ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? യു ഹാവ് എ ബിസിനസ് ബട്ട് യു വാണ്ട് ടു ഗ്രോ യുവർ ബിസിനസ്. നല്ല രീതിയിലേക്ക് എന്ന് വെച്ചാൽ ബിസിനസ് പഠിച്ച് നല്ല രീതിയിലേക്ക് ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ട്, മറക്കരുത്. നമ്മളുടെ പ്രോഗ്രാം നമ്മളുടെ കാലിക്കറ്റിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നടക്കാൻ പോവാണ്. സോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ, അതേപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അധികം ആൾക്കാരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും റിസ്ക് നിറഞ്ഞിട്ടുള്ള സംഗതിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ പണമെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത്, നമ്മുടെ സമയമെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പലപ്പോഴും അത് പൂട്ടിപ്പോകുന്ന അവസ്ഥ ബിസിനസ്സുകളിൽ കാണാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാതെയാണ് ബിസിനസ് അധികം ആൾക്കാരും ചെയ്യുന്നത് എന്നുള്ളതാണ്. ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു MBA ഒക്കെ പഠിക്കുന്നത് പോലും നമ്മൾ എന്താ വെച്ചാൽ ബിസിനസ് മാനേജ്മെന്റിനെ കുറിച്ച്, പീപ്പിൾ മാനേജ്മെന്റിനെ കുറിച്ച്
മാർക്കറ്റിങ്ങിനെ കുറിച്ച്, സെയിൽസിനെ കുറിച്ച് യാതൊരു ഐഡിയയും കൂടാതെയാണ് പല ആൾക്കാരും എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. എന്തുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പണിയൊന്നും അറിയില്ല, അല്ലെങ്കിൽ അവൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ചെയ്താൽ പോരെ എന്നൊരു തോന്നലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇതും ഇന്നത്തെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് ബിസിനസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിയണം, അത് നമ്മൾ പഠിക്കണം. അപ്പൊ അത് പഠിക്കാനും അതിനനുസരിച്ച് പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിന് ഡിസൈൻ ചെയ്തുകൊണ്ട്, എത്രയോ ആൾക്കാരുടെ ബിസിനസ് ഇവിടെ ഇരിക്കുന്നവരുടെ തന്നെ പലരുടെയും ബിസിനസ്സുകൾ, അല്ലെങ്കിൽ പലർക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഡിസൈൻ ചെയ്യാത്തത് കൊണ്ടാണ്, കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ നല്ല രീതിയിലേക്ക് ഡിസൈൻ ചെയ്യാത്തത് കൊണ്ടാണ് ബിസിനസ് നല്ല രീതിയിലേക്ക് ഗ്രോ ചെയ്യാറ്. സോ അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന, അതെ, മുജീബായിക്ക് വന്നിട്ടുള്ള വെച്ചാൽ വൺ മോർ ടൈം ലെറ്റ്സ് ഡു ദിസ്, നെവർ ഗിവ് അപ്പ് എന്നുള്ള പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ, അല്ലെ? ചിലപ്പോൾ ഈ ഒരു സമയം ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. മിനി ദീപിക പറയുന്നത്, യെസ്, ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഐഡിയാസ് കിട്ടിയാൽ പെട്ടെന്ന് തുടങ്ങാം. ഷമീറ KP പ്രോഗ്രാമിലേക്ക് വരും, ഐഡിയാസ് വരും കേട്ടോ. നിങ്ങൾ നമ്മുടെ ബിസിനസ് ഇവന്റിലേക്ക് വരും. ഈ ബിസിനസ് ഇവന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ബിസിനസ് ഐഡിയാസ് കിട്ടും, നല്ല ആശയങ്ങൾ കിട്ടും, ബിസിനസ്സിന് ആവശ്യമായിട്ട് നല്ല നെറ്റ്വർക്ക് കിട്ടും. അതായത് ബിസിനസ്സുകാരുടെ നെറ്റ്വർക്കാണ്, നല്ല കണക്ഷൻസ് ആണ്. റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആൾക്കാരുടെ ഒരു കണക്ഷൻസ് നെറ്റ്വർക്ക് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പല വഴികളെ കുറിച്ച് അറിയാൻ പറ്റും. സോ പ്രോഗ്രാം വരുന്നത് 28-ാം തീയതി രാവിലെ 9 മണി മുതൽ. മനസ്സിലാവണ്ട, ഗിവ് എ പ്രോഗ്രാം ഇൻ UAE. മുഹമ്മദ് നിഷാം മുസ്തഫ, ഓക്കെ, തീർച്ചയായിട്ടും UAE-യിലേക്ക് വരാം. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യൂ, നമുക്ക് വരികയും ചെയ്യാം, അവിടെ പ്രോഗ്രാം ചെയ്യുകയും ചെയ്യാം. ഡോണ്ട് വറി, വി ക്യാൻ ഡു ദാറ്റ്. പ്രോഗ്രാമിൽ UAE-യിൽ ഒരുപാട് പേര് നമുക്ക് ഉള്ള ആൾക്കാരുണ്ട്. എന്തായാലും നമുക്ക് അവിടെ പ്രോഗ്രാം അനൗൺസ് ചെയ്യും, എന്നിട്ട് ചെയ്യാം കേട്ടോ. എനിവേ 28-ാം തീയതിയാണ് കാലിക്കറ്റ് വുഡീസ് ഹോട്ടൽ വെച്ച് നടക്കുന്നത്. ഒരുപാട് പേര് ഇന്നലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു സോ മച്ച് ഫോർ രജിസ്റ്ററിംഗ് ദ പ്രോഗ്രാം നമ്മൾ ഒരു വൻ വിജയകരമായിട്ടുള്ള പ്രോഗ്രാമാക്കി മാറ്റും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും സപ്പോർട്ടിനും നന്ദി. ഓക്കെ, സോ ടൈം ഓഫ് ദ പ്രോഗ്രാം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 മണിക്ക് നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു 9:30, 10 അവിടെ നമ്മൾ എന്താ വെച്ചാൽ രജിസ്ട്രേഷൻ ഒക്കെ പൂർത്തിയാക്കി ഹാളിലേക്ക് നിങ്ങൾ വന്നിട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ എന്നിട്ട് പിന്നെ ഒരു 5 o'clock വരെ സെഷൻ ഉണ്ടാകും. അതിനിടയിൽ എന്ന് വെച്ചാൽ ബ്രേക്ക് ഉണ്ടാകും. ഒരു 11-11:30 ആകുമ്പോൾ ഫസ്റ്റ് ബ്രേക്ക് വരും, ഒരു ടീ ആൻഡ് സ്നാക്സ് ബ്രേക്ക്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലാസ് തുടരും. വീണ്ടും 15 minutes ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ക്ലാസ് തുടർന്നിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലഞ്ച് ബ്രേക്കിലേക്ക് പോകും. 1 o'clock ആകുമ്പോഴേക്കും. ആ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് 2 o'clock, ഒരു 1 hour ലഞ്ച് ബ്രേക്ക് ഉണ്ടാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 o'clock വീണ്ടും സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഗോ ഫോർ ഒരു 3:30 ആകുമ്പോൾ ഒരു 15 minutes ഈ പറഞ്ഞിരിക്കുന്ന ടീ ബ്രേക്കിലേക്ക് പോകും. ദെൻ അഗെയിൻ വി വിൽ കണ്ടിന്യൂ ടിൽ 5 PM വരെ അതെന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഈ രൂപത്തിലാണ് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം പോകുന്നത്. ഓക്കെ, സോ ചില കേസിൽ എന്താ വെച്ചാൽ 5 ഉള്ളത് ചിലപ്പോൾ 5:30 വരെയൊക്കെ ചിലപ്പോൾ പോയി വരും. എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ടൈമിംഗ് വരുന്നത്. 1 day ഹോൾ ഡേ കോച്ചിങ്. നമ്മൾ സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സെയിൽസ് വർദ്ധിപ്പിക്കാൻ നമ്മൾ ഏതെല്ലാം രീതിയിൽ ചിന്തിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സിൽ ടീമിനെ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രാധാന്യം, അത് നമ്മൾ മനസ്സിലാകാത്തതുകൊണ്ടാണ് അധികം ആൾക്കാരും ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. ടീം ബിൽഡിംഗ് പലരും പേടിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ടീം ബിൽഡ് ചെയ്താലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരുപാട് സാലറി കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ടീമിലേക്ക് ആൾക്കാരെ എടുക്കുമ്പോൾ എല്ലാവർക്കും നമ്മൾക്കെന്ന് വെച്ചാൽ സർവീസ് കൊടുത്ത് അല്ലെങ്കിൽ പണം വന്നിട്ട് അതിൽ നിന്ന് വരുമാനം എടുത്തു കൊടുത്താൽ മതി. അങ്ങനെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് മോഡൽ രീതിയുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കമ്മീഷൻ രീതിയിൽ മോഡൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നറിയില്ല, ഇതിനുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നറിയില്ല, ഇവരുമായിട്ടുള്ള അഗ്രിമെന്റ് വെക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, പല കാര്യങ്ങളിലും അറിയില്ല. ഇവരെങ്ങനെ ട്രെയിൻ ചെയ്യണം, ഇവരെ ഏത് രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാം, നമ്മുടെ കൂടെ നിർത്താം, ഇതൊന്നും പലർക്കും അറിയില്ല. നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യക്തമായിട്ട് നമുക്ക് ആൾക്കാരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഹാപ്പി ആയിട്ട് വലിയൊരു പ്ലാറ്റ്ഫോം, വലിയ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കാൻ പറ്റും. സോ ഞാൻ ഒരു കാര്യം പറയും. എൻ്റെ ബിസിനസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട്, എൻ്റെ ബിസിനസ്സിന് ഞാൻ എന്താ വെച്ചാൽ വിത്തിൻ 3 months കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട്, എവറിത്തിങ് ഇസ് ഗോൺ, എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ ആരുമില്ല. ഐ വാസ് ഓൾ അലോൺ. എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു.
അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്തതിൽ നിന്ന് പിന്നീട് ഒരാളെന്റെ കൂടെ കൂട്ടി, 2 ആളെ കൂട്ടി. ഇപ്പൊ ഏകദേശം 12 പേര് എന്ത് ചെയ്യുന്നു, 12 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് നമ്മുടെ ടീമില്. അപ്പൊ അതെന്താ വെച്ചാൽ ഒറ്റയടിക്ക് അത് ഒരു 3 മാസം കൊണ്ടാണ് സംഭവിക്കുന്നത്. 3 മാസം കൊണ്ട് യു ബിൽഡ് യുവർ ടീം. ഇനി അതെന്താകും, കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ന് വെച്ചാൽ 30ലേക്ക് പോകും, 40ലേക്ക് പോകും, 100ലേക്ക് പോകും. ബിക്കോസ് ദാറ്റ്സ് ദ വേ ബിസിനസ് ഇസ് ഗ്രോയിങ്. മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് അറിയണം ആ പണി. അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ പേടിച്ച് നിൽക്കുന്നതുകൊണ്ട്, നിങ്ങളുടെ ബിസിനസ്സിലെ പല കാര്യങ്ങളും നടക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒറ്റയ്ക്ക് റൺ ചെയ്യുന്നത് കൊണ്ടാണ്. ഞാൻ ഇതൊരു ബിസിനസ് പരമായിട്ട് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറയണം, ഒറ്റയ്ക്ക് നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ് വളരാത്തത്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താ വെച്ചാൽ പല കാര്യങ്ങളും നടക്കുന്നില്ല. ഒന്ന് നടക്കുന്നില്ല. മാർക്കറ്റിംഗ് നടക്കുമ്പോൾ സെയിൽസ് നടക്കുന്നില്ല. സെയിൽസ് നടക്കുമ്പോൾ പോസ്റ്റർ ഡിസൈൻ നടക്കുന്നില്ല. പോസ്റ്റർ ഡിസൈൻസ് അല്ലെങ്കിൽ പ്രൊമോഷണൽ ക്യാമ്പയിൻസ് നടക്കുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടക്കുന്നില്ല. അതല്ലെങ്കിൽ ഇതിനൊന്നും എല്ലാത്തിനും നമ്മളുടെ സ്വന്തമായിട്ട് നമ്മൾ ഹയർ ചെയ്യണം. അത് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന അറ്റ്ലീസ്റ്റ് ഒരു പ്രോസസ്സ്, ഒരു മെത്തേഡ്, ഒരു SOP നമുക്ക് വേണം. നമ്മൾ എല്ലാ ദിവസവും അവരെ കൊണ്ട് സംസാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊരു പ്രോസസ്സ് ഉണ്ടാക്കി, ഒരു മെത്തേഡ് ഉണ്ടാക്കി കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ഡു ഇറ്റ്. എങ്ങനെയാണ് ഈ ടീമിനെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രോസസ്സ് വേണം, SOPs വേണം, അതേപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് വേണം. ഇത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, അവരെ കൊണ്ട് എങ്ങനെ നമ്മൾ ജോലി ചെയ്യിപ്പിച്ചെടുക്കും വൃത്തിക്ക്, അവർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കും. സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു സെയിൽസ് എഞ്ചിൻ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് സെയിൽസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, ഒരു ടീമിനെ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, അവരെങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവർക്ക് എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, അവർക്ക് ഏതെല്ലാം വിഷയത്തിലാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, അവ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അടുത്തത് എന്താണ്, നമുക്ക് എങ്ങനെ നമ്മളുടെ ഒരു ബിസിനസ്സിനെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് കൊണ്ടുവരും, എങ്ങനെ നമ്മൾ ഗ്രോ ചെയ്യും, നമ്മുടെ ഗ്രോത്ത് സ്ട്രാറ്റജി എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഗ്രോ ചെയ്യുക ബിസിനസ്, എങ്ങനെ നമ്മുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആകും, ഹൗ വിൽ യു മേക്ക് യുവർ ബിസിനസ് പ്രോഫിറ്റബിൾ, അതിനു വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ടൂള് പഠിക്കണം, മെത്തേഡ് പഠിക്കണം. ഇങ്ങനെയുള്ള സംഗതികൾ പഠിച്ചിട്ട് ഇതിനൊക്കെ പുറമെയാണെന്ന് വെച്ചാൽ ആസ് എ ബിസിനസ് ഓണർ നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആസ് എൻ എക്സാമ്പിൾ ആണോ, നിങ്ങൾക്ക് മടി പിടിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടോ, നിങ്ങൾ സ്ട്രെസ്സിലായി പോകുന്നുണ്ടോ, നിങ്ങളുടെ എനർജി ലോ ആയി പോകുന്നുണ്ടോ, നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാതാവുന്നുണ്ടോ, നിങ്ങൾക്ക് ഫിയർ വരുന്നുണ്ടോ, ബിക്കോസ് യു നീഡ് ടു ഹീൽ. നിങ്ങളുടെ ഉള്ളിൽ ഹീലിംഗ് നടക്കണം. ആ ഹീലിംഗ് നടത്താനും കൂടി വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം. നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഹീലിംഗ് നടത്തും, പ്രോഫിറ്റബിൾ ആക്കാനുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും, സെയിൽസ് വർദ്ധിപ്പിക്കാനുള്ള സ്ട്രാറ്റജി നമ്മൾ ഡിസ്കസ് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ടീം ബിൽഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജി നമ്മൾ ഡിസ്കസ് ചെയ്യും, ഗ്രോ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇറ്റ് ഈസ് എ ടോട്ടൽ ഒരു ന്യൂ ബിഗിനിങ്. നിലവിലുള്ള നിങ്ങളുടെ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത് മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ടെക്നിക്കുകൾ ഡിസ്കസ് ചെയ്യും. സോ ഇറ്റ്സ് എ ടോട്ടൽ ന്യൂ ട്രാൻസ്ഫോർമേഷൻ, ന്യൂ ഒരു പുതിയൊരു എനർജി, പുതിയൊരു എക്സൈറ്റ്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. കം ആൻഡ് അറ്റൻഡ്. അതായത് 2 years 3 yearsനടുത്ത് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം 3 years ഈ ലാസ്റ്റ് 2 years 3 years എന്തായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ ഐ വാസ് ബിൽഡിംഗ് ദ ടീം, ഐ വാസ് ബിഹൈൻഡ് ദ സ്ട്രാറ്റജി. ഞാൻ ജസ്റ്റ് എന്ന് വെച്ചാൽ തിയറി പറയുന്ന ഒരു ട്രെയിനർ അല്ല, ഞാൻ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച് ടീമിനെ ബിൽഡ് ചെയ്ത് എഫക്റ്റീവായിട്ട് സിസ്റ്റമാറ്റിക്കലി ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. സോ കം ആൻഡ് ജോയിൻ ദ പ്രോഗ്രാം. പ്രോഗ്രാമിലേക്ക് വരിക, പഠിക്കുക. ഓക്കെ, സോ മറക്കരുത്, യു ഹാവ് ടു കം ആൻഡ് ജോയിൻ. എനിവേ, ഇന്നത്തെ സെഷനിലേക്ക് വരാം. ലെറ്റ്സ് കം ടു ദ പ്രോഗ്രാം. അപ്പൊ ഇത്രയും അറിവ് നിങ്ങൾക്ക് ഉണ്ടായാലാണ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അറിവുകളൊക്കെ ഉണ്ടായാലാണ് ബിസിനസ് നിങ്ങൾക്ക് റൺ ചെയ്യാനുള്ള ഒരു അറിവിലേക്ക് നിങ്ങൾ എത്തുള്ളൂ, ഏറ്റവും മിനിമം. ഓക്കെ, എന്നിട്ട് എന്താ വെച്ചാൽ ആ ഒരു ലെവലിൽ കൺസിസ്റ്റന്റ് ചാർജിൽ നമുക്ക് നിന്ന് പോകാനും പറ്റണം. ഇനി എന്താ നമുക്ക് പറയാനുള്ളത്? ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് മണി മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതി ക്യാഷ് ഫ്ലോ എന്ന് പറയും. ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിച്ചു കേട്ടുള്ളൂ, ഇതറിയണം. പണം വരുന്ന വഴി, പണത്തിന്റെ ഒഴുക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത്, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ എങ്ങനെയാണ്, നമ്മളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്. റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന ബുക്കിൽ ഏറ്റവും വ്യക്തമായിട്ട് പറയുന്ന ഒരു സംഗതിയാണിത്. നമുക്ക് പണം വരണമെന്നുണ്ടെങ്കിൽ 4 ടൈപ്പ് ആൾക്കാരുണ്ട്, 4 രീതിയിൽ പണം വരുത്തുന്ന രീതിയുണ്ട്.
നിങ്ങൾ ഒരു എംപ്ലോയി ആയിട്ട് എന്ത് ചെയ്യുക, ജോലി ചെയ്യുന്നു, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അവിടെ നിങ്ങൾ നിങ്ങളുടെ സമയം കൊടുക്കുന്നു. ആ സമയത്തിന് ഒരു നിശ്ചിത സംഖ്യ അവരെന്ത് ചെയ്യുന്നു, അവർ നിങ്ങളുടെ സമയമാണ് വാങ്ങുന്നത്. നിങ്ങളുടെ സമയം അവരുടെ കയ്യിൽ അവരുടെ കയ്യിലാണല്ലോ. അപ്പൊ അതിന് അവരൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്, കമ്പനിയുടെ ഉടമ. ഓക്കെ, അപ്പൊ എംപ്ലോയി ആയിട്ട് നിന്നിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് വരുമാനം കിട്ടാം. രണ്ടാമത്തെന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയിഡ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാം, ഇഷ്ടമുള്ള അത്ര വർക്ക് ചെയ്യാം, ഇഷ്ടമുള്ള ആർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ സ്ഥാപനം ഓപ്പൺ ചെയ്യാം, നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. പക്ഷെ സെൽഫ് എംപ്ലോയിഡ് ആണ്, നമ്മൾ സ്വയം തൊഴിലെന്ന് പറയും. അതായത് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തില്ല, അവിടെ ടീമൊന്നുമില്ല. എല്ലാ പണിയും നമ്മൾ തന്നെ എടുക്കണം. സെൽഫ് എംപ്ലോയിഡ് ആണ്. നമ്മളില്ലെങ്കിൽ ആ സ്ഥാപനമില്ല. ഇനി ചിലപ്പോ ചെറിയ ടീമൊക്കെ ഉണ്ടാവാം, എന്നാൽ പോലും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് എന്തുണ്ടാകും? നമ്മൾ അവിടെയും നമ്മുടെ ടൈം അല്ലെങ്കിൽ സ്കില്ലിനാണ് നമ്മൾ പ്രാധാന്യം. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സ്കില്ലിനാണ്. അവിടെ ടൈമിനെക്കാട്ടിലും നമ്മൾ സ്കില്ല് കൊടുത്തിട്ട്, നമ്മുടെ അടുത്ത് ക്വാളിറ്റി ഉള്ള സ്കില്ലുണ്ട്, ആ സ്കില്ല് കൊടുത്തിട്ട് എത്ര കൂടുതൽ പണിയെടുക്കുന്നുവോ അത്രയും കൂടുതൽ വരുമാനം, നമ്മൾ നിശ്ചയിക്കുന്ന വരുമാനം നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ നിശ്ചയിക്കുന്ന വരുമാനം നമുക്ക് ലഭിക്കും, പക്ഷെ എന്നാലും പണിയെടുക്കുന്നിടത്തോളം സമയമേ നമുക്ക് ലഭിക്കുള്ളൂ. ബിസിനസ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ഓണർ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ടീമിനെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ അദ്ദേഹം പണിയെടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന് എന്തുണ്ടാവും, വരുമാനം വന്നുകൊണ്ടിരിക്കും. കാരണം അവിടെ പണിയെടുക്കുന്ന ആരാണ്? അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് ഒരു ടീമിനെയാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഹി ബിൽറ്റ് എ ടീം. അയാൾ എന്താ ചെയ്തത്? ഒരു ടീമിനെ ബിൽഡ് ചെയ്തു. അടുത്തതെന്ന് പറയുന്നത് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ. ഇപ്പൊ എംപ്ലോയി ഒരു സെൽഫ് എംപ്ലോയി ആയിട്ട് മാറാനാണ് കൂടുതൽ സാധ്യത. കുറച്ചൊക്കെ അധികം ആൾക്കാരും അങ്ങനെ സംഭവിക്കാറുള്ളത്. നമ്മൾ ഈ പോയിന്റ് മനസ്സിലാക്കണം. ഇതിൽ ഇടത് സൈഡിലുള്ളതും വലത് സൈഡിലുള്ളതും വളരെ വലിയ വ്യത്യാസമുണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉയരണോ, നിങ്ങൾ വലത് സൈഡിലേക്ക് വന്നേ പറ്റും. ഈ ഇടത് സൈഡിൽ നിങ്ങൾ നിന്നാൽ സാമ്പത്തികമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവില്ല, വളർച്ചയുണ്ടാവില്ല. ഇന്നത്തെ ക്ലാസ് ശരിക്കും കിളി പറക്കുന്ന ക്ലാസ് ആണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ക്ലാസ് ആണ്. വലതുവശത്ത് ഉള്ള, അതായത് നിങ്ങൾക്ക് കാണുന്ന ബിസിനസ് ഓണർ, ഇൻവെസ്റ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് സമ്പത്ത്. മനസ്സിലാവുന്നുണ്ടോ? മറ്റത് ഇടത് സൈഡിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയി മൈൻഡ് സെറ്റ് ആണ്, സെൽഫ് എംപ്ലോയിഡ്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഏറ്റവും കുറവ് സമ്പത്ത് ആരെ ക്രിയേറ്റ് ചെയ്യുന്നത്? തൊഴിലാളിയാണ്, ജോലി ചെയ്യുന്ന സാധാരണ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളിപ്പോ എവിടെയാണ്, ഈ കോളത്തിൽ എവിടെയാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ എവിടെയാന്നുള്ളത്. എക്സാക്ട്ലി അറിയാം അല്ലെ? നിങ്ങൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയി ആണ്. സോ എംപ്ലോയിക്ക് എന്താ പ്രത്യേകത? ഇതേ സംഗതി തന്നെ കുറച്ചുകൂടി വേറെ ഗ്രാഫിക് ഇതിൽ പറയണം. യു ഹാവ് എ ജോബ്. നിങ്ങൾക്കൊരു ജോബ് ഉണ്ട്, ഒരു ജോലിയുണ്ട്. നിങ്ങളുടെ സമയത്തിനനുസരിച്ചാണ് നിങ്ങൾക്ക് കൂലി ലഭിക്കുന്നത്. ഇത്ര സമയം ജോലി ചെയ്താൽ ഇത്ര കൂലി ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് യു ഹാവ് എ ജോബ്. നിങ്ങൾ പോയിട്ടൊരു ജോബ് വാങ്ങിച്ചെടുത്തതാണ്. സെൽഫ് എംപ്ലോയിഡ് എന്താണ്? യു ക്രിയേറ്റ് എ ജോബ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജോലി ഉണ്ടാക്കി. അല്ലെങ്കിൽ യു ഓൺ എ ജോബ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജോലി, വേറെ ആരും തന്നതല്ല. അതാണ് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അപ്പോഴും ജോലി തന്നെയാണ് ചെയ്യുന്നത്. അവിടെയും ഈ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളുടെ ടൈം നിങ്ങൾ കൊടുക്കുന്നു, അതിന് തന്നെയാണ് പൈസ. പക്ഷെ നിങ്ങൾക്ക് പറയുന്ന പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വാങ്ങണം. അവിടെ ജോലിയുള്ള സമയത്ത് ഒരു എംപ്ലോയിക്ക് എന്താ വെച്ചാൽ ആ കമ്പനി പറയുന്ന, സ്ഥാപനം പറയുന്ന വരുമാനമേ ലഭിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? സോ യു ആർ സെൽഫ് എംപ്ലോയിഡ് ആണ് നിങ്ങൾ. ഈ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഈ രണ്ട് കാറ്റഗറിയിലും പണത്തിന് എന്തുണ്ട്? ലിമിറ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എത്ര കണ്ട് എഫേർട്ട് എടുക്കുന്നു, എത്ര കണ്ട് സ്വയം അധ്വാനിക്കുന്നു, അതിനനുസരിച്ചാണുള്ളത്. നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ബിസിനസ് ഓണറിന്റെ പ്രത്യേകത എന്താ? അദ്ദേഹം ഈ ഓൺസ് പീപ്പിൾ. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ പീപ്പിൾ വിൽ വർക്ക് ഫോർ യു.
എന്താണ് ആൾക്കാർ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു. മനസ്സിലായല്ലോ? അതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു. അതാണ് എന്ത് വെച്ചാല് ബിസിനസ് ഓണർക്ക് സംഭവിക്കുന്നത്. ഒരു ടീമിനെ ബിൽഡ് ചെയ്തൊക്കെയാണ്. അദ്ദേഹത്തിന് ലെവറേജ് ഉണ്ട്. ഈ രണ്ട് സൈഡിലും ലെവറേജ് ഇല്ല. ലെവറേജ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തന്നെ അധ്വാനിച്ചാലേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇവിടെ ഒരു ടീമിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട് ബിസിനസ് ഓണർ. ബിസിനസ് ഓണർ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹം ഫുൾ ടൈം വർക്ക് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അദ്ദേഹത്തിന് ടീമിന്റെ സപ്പോർട്ട് ഉണ്ട്. അദ്ദേഹം ആ ടീം വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് വരുമാനം കൂടും. ടീം വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് വരുമാനം കൂടും. അപ്പൊ നിങ്ങളൊരു ബിസിനസ് ഓണർ ആയിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വരുമാനം. ഇൻവെസ്റ്റർ എന്താണ്? മണി വർക്ക്സ് ഫോർ യു എന്നുള്ളതാണ്. അവിടെ പീപ്പിൾ അല്ല വർക്ക് ചെയ്യുന്നത്, മണിയാണ്. അദ്ദേഹം പോയിട്ട് അദ്ദേഹത്തിന്റെ പണം കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ബിസിനസ്സുകളിൽ. ആ പണം മുടക്കിയതിന് പണം അദ്ദേഹത്തിന് തിരിച്ചു ലഭിക്കും. ഇൻവെസ്റ്റർ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരാണ് ഇൻവെസ്റ്റേഴ്സ്. പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ബിസിനസ്സുകാർക്ക് എന്താ വെച്ചാൽ ലെവറേജ് ആണുള്ളത്. ഇൻവെസ്റ്റർക്ക് എന്താണ്? പാസീവ് ഇൻകം ആണുള്ളത്. അദ്ദേഹം ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, മറ്റുള്ളവർ ചെയ്യുന്ന ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും വെച്ചാൽ എത്ര കണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുവോ അത്ര കണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ പൈസ ഉണ്ട്. അതേപോലെ തന്നെ ബിസിനസ് ഓണർമാരാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ ടീം ഉണ്ടോ അതിനനുസരിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റണം. വലിയ ടീം എന്നുള്ളതല്ല, ബിസിനസ് ആ രൂപത്തിൽ പ്രോഫിറ്റബിൾ ആക്കണം. ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എംപ്ലോയിക്ക് എന്താ ഉള്ളത്? യു ഹാവ് എ ജോബ്. ഒരു ജോബാണുള്ളത്. അയാൾക്ക് എന്താ പ്രത്യേകത? അയാൾ എന്താ വെച്ചാൽ വാല്യൂ എ ജോബ് സെക്യൂരിറ്റി. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും നമ്മൾ എന്താ വെച്ചാല് അതിന്റെ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ എംപ്ലോയീസിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, 90% ലോകത്തെ 90% ആൾക്കാരും ഇടത് സൈഡിലാണ് നിൽക്കുന്നത്. അതായത് സാധാരണ ആൾക്കാർ, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ 10% ആൾക്കാർ വലത് സൈഡിലാണ്. നിങ്ങൾ ഏത് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്? ഒന്ന് പറഞ്ഞേ. ഇടതോ വലതോ? ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് പറഞ്ഞേ. ഏത് സൈഡിലാണ്? ഇടതും വലതും ഉണ്ടെന്ന് പറയും ഷർമീൻ. റൈറ്റ് സൈഡിലാണോ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലാണോ ഉള്ളത്? ഇടത് സൈഡിലാണോ ഉള്ളത്? മുഹമ്മദ് നിഷാദ് പറയുന്നു റൈറ്റും ലെഫ്റ്റും ഉണ്ട്. ചെറിയ ബിസിനസ് കൊണ്ട് ജോലിയുണ്ട്. ലെഫ്റ്റ് സൈഡ്. പൊന്നാര ഗോൾഡൻ ഡയമണ്ട്സ് പറയുന്നു എന്ന് വെച്ചാല് ഞാൻ റൈറ്റ് സൈഡിലാണ്, പക്ഷേ സം കേസസിൽ സെൽഫ് എംപ്ലോയിഡ് ആണ്. സെൽഫ് എംപ്ലോയിഡ് ആൻഡ് ഇൻവെസ്റ്റർ. ഷർമീന, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതായത് സെൽഫ് എംപ്ലോയ് ജോലി ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ, വെരി ഗുഡ്. അബ്ദുൽ ഗഫൂർ പറയുന്നു നടുവിൽ നിൽക്കാൻ കഴിയില്ല, ഒന്നുകിൽ അങ്ങോട്ട് ഒന്നിങ്ങോട്ട്. ഓക്കെ, ശരി. മൈ ഡ്രീം ഈസ് റൈറ്റ്. ഫാരിസ്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? റൈറ്റ് സൈഡിലേക്ക് വന്നേ പറ്റൂ. അതിന് പഠിക്കണം. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും നിങ്ങൾ എങ്ങനെയാണ് ബിസിനസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു പഠനമില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾ പൈസ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? നമ്മൾ അറിയാതെ നമ്മൾ പൈസ പോയിട്ട് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളുടെ പണം പോകും, നമുക്ക് അറിവ് ലഭിക്കും. തിരിച്ചറിവ് ലഭിക്കും. ഇത് പഠിക്കണം എന്നുള്ള തിരിച്ചറിവ് ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ലെഫ്റ്റ് സൈഡിലാണ് അധികം ആൾക്കാർ. ലോകത്തെ 80% ആൾക്കാരും ലെഫ്റ്റ് സൈഡിലാണ്, അല്ലെങ്കിൽ 90% ആൾക്കാർ ലെഫ്റ്റ് സൈഡിൽ. അതുകൊണ്ടാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. അതുകൊണ്ട് ലോകത്തിലെ 82% സമ്പത്തും 2% ആൾക്കാരുടെ കൈകളിലെന്നാണ് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ എന്താ പറയാ, ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മൊത്തം റിയൽ എസ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ അത് വെറും ചെറിയ 1% ആൾക്കാരുടെ കൈകളിലാണ്. അതിലെ 90%. ബാക്കിയുള്ള 12% അല്ലെങ്കിൽ എന്താ പറയുക 18%, ബാക്കിയുള്ള 98% ആൾക്കാരും വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്രയും നമുക്ക് കിട്ടുന്നത്? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ക്യാഷ് ഫ്ലോ മനസ്സിലാവാത്തത് കൊണ്ട്. പഠിക്കണം. എങ്ങനെയാണ് പണം വരുന്നത്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? പഠിക്കാൻ താല്പര്യമുണ്ടോ? ആർ യു ഇൻട്രസ്റ്റഡ്?
ആർ യു ഇൻട്രസ്റ്റഡ്? ഡു യു വാണ്ട് ടു ലേൺ ദാറ്റ്? ഇത് പഠിക്കണോ? സോ എന്തായാലും നമ്മൾ എന്ന് വെച്ചാൽ പ്രോഗ്രാമിലേക്ക് എന്തായാലും വന്നേ പറ്റൂ. ഇതിനെ കുറിച്ചൊക്കെ ഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എന്താ വെച്ചാൽ ഈ പണം വരുന്നത്, എങ്ങനെ അവർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ പ്രോഗ്രാമിലേക്ക് എന്തായാലും വരിക, വന്നിട്ട് എന്താ വെച്ചാൽ ഇത് പഠിക്കാൻ ശ്രമിക്കുക. വരുന്ന റവന്യൂസിനെ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പാസീവ് ഇൻകം ആണ് എവിടെ കിടക്കുന്നത്. നേരത്തെ പറഞ്ഞു റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് പാസീവ് ഇൻകം ആണ്. അവർ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ജോലി, ബിസിനസ് ബിൽഡ് ചെയ്യുക, ഫ്രീഡം. 90% ആൾക്കാരും ലോകത്തെ മൊത്തം വെൽത്തിന്റെ 90% ആരുടെ കൈകളിലാണ്? ഈ പറഞ്ഞിരിക്കുന്ന റിച്ച് 10% വേൾഡ് പോപ്പുലേഷനിൽ 10% റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കൈകളിൽ, അത് വലത് സൈഡിലാണ്. അവരുടെ കൈകളിലാണ് 90% സമ്പത്ത്. മറ്റുള്ളവരുടെ 90% ആൾക്കാരുടെ, ജനങ്ങളുടെ ഇടത് സൈഡിലുള്ള 90% ജനങ്ങളുടെ കയ്യിലാണ് വെറും 10% ബാക്കി സമ്പത്ത്. മനസ്സിലാവുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ജോലി ചെയ്തിട്ടില്ലേ വരുമാനമില്ല. ഇവിടെ വലത് സൈഡിലുള്ള ആൾക്കാർ നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ക്ലിയർ ആണോ? ഈ സംഗതി മനസ്സിലാവാതെയാണ് സാധാരണക്കാർ കിടന്നിട്ട് ബുദ്ധിമുട്ടുന്നത്. ക്ലിയർ ആണോ? എന്തുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ആൻസറാണ് ഞാൻ ഈ പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതിന്റെ ആൻസറാണ്. എന്തുകൊണ്ട് നമ്മൾ പ്രയാസം അനുഭവിക്കുന്നു? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? സോ ആ ലെവലിലേക്ക് നമ്മൾ മാറിയേ പറ്റൂ, വേറെ വഴിയില്ല. ആ സൈഡിലേക്ക് മാറിയേ പറ്റൂ. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് ചിന്തിച്ചേ പറ്റൂ. ആ ലെവലിൽ നമ്മൾ എന്താ വെച്ചാൽ ആലോചിച്ചേ പറ്റൂ. യു ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. അടുത്തത് എന്താണ്? നിങ്ങൾക്ക് വരുന്ന പണത്തെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? 6 അക്കൗണ്ട് മണി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് വരുന്ന പണത്തെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? ഇത് നിലവിൽ ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മുടെ സെഷനിൽ, നമ്മുടെ കോഴ്സിലേക്ക് പഠിക്കുന്ന കുറെ സംഗതികളുണ്ട്. അതിൽ പഠിക്കുന്ന സംഗതികളാണെന്ന് വെച്ചാൽ പുവർ, മിഡിൽ ക്ലാസ്, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പണം എങ്ങനെയാണ് വരുന്നത്, അവരെങ്ങനെ മാനേജ് ചെയ്തു പോകുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതിപ്പോ എനിക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, ഒരുപാട് ഡെപ്തിൽ പോകേണ്ടതുള്ളതുകൊണ്ട്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പണത്തെ മാനേജ് ചെയ്യുന്ന, പുവർ ആയിട്ടുള്ള ആൾക്കാർ പണത്തെ മാനേജ് ചെയ്യുന്നു. നോക്കുക, പല മെത്തേഡുകളുണ്ട്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാനേജ് ചെയ്യുന്ന ഒരു രീതിയാണ്, നോക്കൂ, അവരുടെ അത്യാവശ്യങ്ങൾ 40% എന്തായിട്ടുണ്ടാവുള്ളൂ. പുവർ ആയിട്ടുള്ള ആൾക്കാരുടെ എന്ന് വെച്ചാൽ 40% വരുന്ന വരുമാനം കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റും. 55% അവരുടെ ആഗ്രഹങ്ങളുടെ പുറകെ. ആഗ്രഹങ്ങൾ, സാധാരണക്കാർ, പുവർ ആയിട്ടുള്ള ആൾക്കാർ പുവർ ആയിട്ട് നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? ആഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യും? അവർ പണം ചെലവഴിച്ചുകൊണ്ട്. അവരുടെ വരുമാനത്തിന്റെ 55%. ആവശ്യങ്ങൾക്ക് 40%. 5% മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഹൗ പുവർ യൂസ് ദ മണി. പണത്തെ പാവപ്പെട്ടവർ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ആഗ്രഹങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത്. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾക്ക് 25% ആവശ്യങ്ങൾക്ക് 25% ഉപയോഗിക്കുന്നു, ആഗ്രഹങ്ങൾക്ക് 10% ഉപയോഗിക്കുന്നു, 65% ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റിലാണ് കാര്യം കിടക്കുന്നത്. പണം ഇൻവെസ്റ്റ് ചെയ്യണം. മറ്റുള്ള ബിസിനസ്സുകളിൽ, അതായത് നമ്മൾ അധ്വാനിച്ചിട്ടുള്ള പണം സേവ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റിലാണ് കാര്യം കിടക്കുന്നത്. നിങ്ങൾ പണം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എത്ര ശതമാനമാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയോ? എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് 40% ആണ്, 25% ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ പാടുള്ളൂ. ബാക്കി എന്ത് ചെയ്യണം? 10% നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ചെലവഴിക്കുമ്പോൾ. ആഗ്രഹങ്ങളുടെ പുറകെ പോകാനേ പാടില്ല ഒരു ഘട്ടം വരെ. ഈ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, അപ്പൊ നമ്മൾ അതൊരു ഘട്ടം എന്നല്ല, നമ്മുടെ ലൈഫിൽ എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന 10% ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളത് എന്ത് ചെയ്യണം?
65% നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത് തന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം ഒന്നുകൂടെ വ്യക്തമായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? 65% ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകണം. ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ സേവ് ചെയ്തിട്ട് മാറ്റിവെക്കും. നമുക്കിപ്പോൾ എന്താ നടക്കുന്നത്? നമ്മുടെ വരുമാനമൊക്കെ കൂടിയിട്ടുമില്ല, നമ്മുടെ ചെലവുകൾ നമ്മൾ സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നത്. സ്വർണം നമ്മുടെ ജീവിതത്തിന്റെ ജീവിത രീതി ഇപ്പൊ എങ്ങനെയാണ്? എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ, എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ എല്ലാ സൽക്കാരങ്ങളും എല്ലാ സംഗതികളും നടത്തുന്നു, എല്ലാ ആചാരങ്ങളും നടത്തുന്നു, എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളൊക്കെ ചെയ്യുന്നു. നമ്മൾ എല്ലാവരെയും പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവരെയും കാണിക്കണം. നമ്മളുടെ ട്രോമാസ് ആണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈഗോയിസ്റ്റിക് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളുടെ പണം കൊണ്ടുപോകുന്നത് നമ്മുടെ ഈഗോയാണ്. ഇത് ലോകത്തുള്ള കൺസ്യൂമർ ബിഹേവിയർ ഭയങ്കരമായിട്ട് വളർന്നു വന്നിട്ടുള്ള, ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു വലിയ ഇഷ്യൂ ആണത്. നമ്മൾ അതേപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന വെച്ചാൽ നമ്മൾ സാമ്പത്തിക സുരക്ഷിതത്വം നേടുന്നതിന് മുൻപ്, അത് മനസ്സിലാക്കുന്നതിന് മുൻപ് പണം ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നു, ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നു. നമുക്ക് കിട്ടുന്ന വരുമാനത്തിലെ എത്ര ശതമാനം എന്നുള്ളത് നോക്കി മനസ്സിലാക്കുന്നില്ല. ആഗ്രഹങ്ങൾക്ക്, നമുക്ക് ഇഷ്ടപ്പെട്ട കാറ് വാങ്ങാൻ, സിനിമയ്ക്ക് പോകാൻ, നമ്മുടെ സുഖങ്ങളിലേക്ക് പോകാൻ നമ്മൾ ഒരു മാസം ചെലവഴിക്കേണ്ടത് നമ്മുടെ വരുമാനത്തിന്റെ 10% മാത്രമാണ്. 25% നമ്മൾ നമ്മളുടെ നെസസിറ്റിക്ക്, അത്യാവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ പാടുള്ളൂ. എന്നാൽ ഇപ്പോൾ നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് എത്ര രൂപയാണ് പോകുന്നത്? നമുക്കിപ്പോ എല്ലാം അത്യാവശ്യമാണ്. സ്വർണോ? ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ, നിങ്ങളുടെ ചെലവ് ചുരുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ, നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക. ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ലുബൈബ പറയുന്നു, സർ, ഹൗ ടു ഓൺ എ ബിസിനസ്, ക്യാൻ യു സജസ്റ്റ് സം ബിസിനസ് ഐഡിയാസ്? നിങ്ങൾ പ്രോഗ്രാമിന് വരൂ ലുബൈബ. കം ടു ദ പ്രോഗ്രാം. കാലിക്കറ്റിലേക്ക് വരൂ, ഞാൻ പഠിപ്പിച്ചു തരാം. ആശയങ്ങൾ വരും, എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ആശയങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. നേരിട്ട് വായു. ഓക്കെ? വെച്ചാൽ എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഞാൻ ഇതിപ്പം എനിക്കിപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ കണ്ടെത്താമെന്ന് ഞാൻ പറഞ്ഞു തന്നെ കണ്ടെന്നാൽ, നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മൾക്ക് രണ്ടുപേർക്കും നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, കാരണം ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഒരു ബിസിനസ് ആശയം എന്ന് പറയുന്നത് കണ്ടെത്തേണ്ടത് എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഐഡിയാസ് ഇവിടെ ഉണ്ട്. അതിലല്ല കാര്യം. നിങ്ങൾക്ക് പറ്റിയ റൈറ്റ് ഐഡിയ വേണം. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന്, നിങ്ങളുടെ ബിലീഫ്സിന്, നിങ്ങളുടെ വാല്യൂസിന്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക്, നിങ്ങളുടെ സാഹചര്യത്തിന്, നിങ്ങളുടെ ആ ഒരു മാർക്കറ്റിന് ഫിറ്റ് ആയിട്ടുള്ള, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്ന അത്തരത്തിലുള്ള ഒരു ഐഡിയ ആയിരിക്കണം നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. യു സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ഐഡിയ, വാട്ട് യു ക്യാൻ ഡു എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യണം, അത് കണ്ടെത്തണം. അതിന് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അത് പ്രോഗ്രാമിലേക്ക് വരും, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഐഡിയ സെലക്ട് ചെയ്യുന്ന സമയത്ത്, കാരണം എല്ലാ ഐഡിയാസും നമുക്ക് എക്സിക്യൂഷനബിൾ അല്ല. ഐഡിയയിലല്ല കാര്യം. നല്ല ഐഡിയാസ് ഉണ്ടാവും, പക്ഷെ ഇത് എക്സിക്യൂഷൻ മാറ്റേഴ്സ്. ഏത് ഐഡിയ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുമോ ഇല്ലയോ, അത് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഫാരിസ് ഇതിന്റെ ഇടയിൽ ബിസിനസ് നടത്തല് ദയവ് ചെയ്ത്, ഒരുപാട് ആൾക്കാർ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അത് ഇത് പല ഐഡിയാസും പറയാറുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്സോ ആശയങ്ങളോ സംഗതികളോ ഇവിടെ പ്രൊമോട്ട് ചെയ്യരുത്. ഓക്കെ? അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു എതിർപ്പുണ്ടായത് കൊണ്ടല്ല, അത് ദയവ് ചെയ്ത് അത്തരത്തിലുള്ള സംഗതികൾ നമ്മളിവിടെ ഷെയർ ചെയ്യരുത്. ഇപ്പോൾ മറ്റൊരു കാര്യം, ഒരുപാട് ബിസിനസ്സുകൾ പലരും ചെയ്യുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, വേറൊരാൾ ചെയ്യുന്ന ബിസിനസ്സിലേക്ക്, ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇപ്പൊ നിങ്ങൾ പോവുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് ഒരു ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ബിസിനസ് പഠിക്കാൻ ശ്രമിക്കുക, അറിയാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇത് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ നിങ്ങളെ പറ്റിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ.
അല്ലെങ്കിൽ ശരിയായ ബിസിനസ്സിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ടീം ഏതാണ്, അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ പ്രോഫിറ്റ് ട്രാക്ക് റെക്കോർഡ് എന്താണ്, ഇതൊക്കെ ചോദിക്കണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ്. ഇതൊക്കെ നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ് റൺ ചെയ്യുന്നത്, ആരാണ് റൺ ചെയ്യുന്നത്, അതിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കിട്ടും, സംഗതികൾ എങ്ങനെയാണ് നടക്കുന്നത്, പ്രോഫിറ്റബിൾ ആണോ, ഇതുവരെയുള്ള നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് ഒന്ന് കാണിക്കാവോ? ഇങ്ങനെയുള്ള രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ചിന്തിച്ച് ചോദിച്ച് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തും. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ബിസിനസ്, നമ്മുടെ ഈ ഒരു എന്താ പറയുക ചെലവുകളെ പറ്റിയാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങളുടെ ചെലവ് ചുരുക്കുക. അത് നടക്കുവോ? ചെലവ് ചുരുക്കല് നടക്കുവോ? നമ്മൾക്ക് നല്ല ഈഗോ ഉള്ളതാണ്, നമുക്ക് നല്ല ട്രോമ ഉള്ളതാണ്, നമ്മൾക്ക് നല്ല, അപ്പൊ അത് ഹീല് ചെയ്താലേ, ഈ ട്രോമ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോകും. ഏത്? നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുന്ന ഒരുപാട് പണം സേവ് ചെയ്യാൻ പറ്റും. പണം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിന് പലരും പറയും എന്റെ കൈ ഓട്ടക്കൈയാന്ന് പറയും. അതായത് എന്റെ കയ്യിന് ദ്വാരമുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഹോളുണ്ട്, എനിക്ക് പൈസ വന്നു കഴിഞ്ഞാൽ അതിലൂടെ അങ്ങ് പോകും. പണം വരും, പക്ഷെ പണം പോകും. എന്തുകൊണ്ടാ പണം പോകുന്നത്? ആ പണം പോകുന്നതിന്റെ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? സുഖങ്ങളുടെ പിറകെ പോകുന്നു, രസങ്ങളുടെ പിറകെ പോകുന്നു. 2 കാര്യങ്ങളിലാണ്. ട്രോമാസ് ആണ്. ട്രോമയിൽ നിന്ന്, അതായത് സ്ട്രെസ്സിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് കുറെ പൈസ പോകും. രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രെസ്സിൽ നിന്ന് ഒളിച്ചോടുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള മറ്റൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും വെച്ചാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് നമ്മുടെ പൈസ പോകും. അതായത് ഇമോഷണൽ സ്പെൻഡിങ് ആണ് നമ്മൾ നടത്തുന്നത്. 2 തരത്തിലുള്ള സ്പെൻഡിങ് ഉണ്ട്. ഒന്നെന്താ വെച്ചാൽ ലോജിക്കൽ സ്പെൻഡിങ്, മറ്റൊന്ന് ഇമോഷണൽ സ്പെൻഡിങ്. അബ്ദുൽ ഗഫൂർ, ഒരു ബിസിനസ് പഠിക്കാൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാതെ മാർഗമുണ്ടോ? തീർച്ചയായിട്ടും മാർഗങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വരും, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എനിവേ, ജസ്റ്റ് എന്താ വെച്ചാല് പറഞ്ഞു വന്നെന്താ വെച്ചാല്, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള നമ്മളുടെ നമുക്ക് ട്രോമാസ് ഉള്ളത് കൊണ്ട് നമുക്ക് 2 രീതിയിൽ ലോജിക്കൽ സ്പെൻഡിങ് ഉണ്ട്, ഇമോഷണൽ സ്പെൻഡിങ് ഉണ്ട്. ലോജിക്കൽ സ്പെൻഡറുടെ പ്രത്യേകത എന്താണ്? ലോജിക്കൽ സ്പെൻഡർ അദ്ദേഹം ആവശ്യമുള്ളത് എന്താണോ അത് തിരിച്ചറിഞ്ഞ് അത് മാത്രം വാങ്ങാൻ ശ്രമിക്കും. ഇമോഷണൽ സ്പെൻഡർ എന്ത് ചെയ്യുന്നു? ഇമോഷൻസിനെ അടിമപ്പെട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഹീല് ചെയ്യാതെ ഒരിക്കലും റെഡി ആവില്ല. ഹീല് ചെയ്ത് റെഡി ആയിട്ട് വരേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന പണം സേവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. സിമ്പിൾ ആയിട്ട് ജീവിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. ചെറിയ കാറ് മതി, ഇപ്പോൾ അത് മതി, ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന വാഹനം മതി എന്ന് തീരുമാനിക്കാനുള്ള മൈൻഡ് വേണം. നിങ്ങൾ ഇങ്ങനെയുള്ള സൽക്കാരങ്ങൾ മതി, ഇത്ര പണം ചെലവഴിച്ചാൽ മതി, ഈ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് നിങ്ങളുടെ ചെലവുകളെ ആ രൂപത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ചുരുക്കി കൊണ്ടുവരണം. അതേ കൂടെ തന്നെ സ്കില്ല് വർദ്ധിപ്പിച്ചിട്ടെന്ന് വെച്ചാൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുക. ഇതിനിടയിൽ നിങ്ങളുടെ ട്രോമാസ്, സംഗതികൾ, കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി വിട്ടു നിൽക്കുക. 100% ആഗ്രഹങ്ങളുടെ പിറകെ പോയി സമയം കളയാതിരിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറാതിരിക്കുക, നന്നായിട്ട് ജോലി ചെയ്യാൻ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രൊജക്റ്റിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള നിരന്തര ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള നിരന്തര ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഡു അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് വൺ ഡേ യു വിൽ അച്ചീവ് യുവർ ഡ്രീം. ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് നേടാൻ പറ്റും. ആഗ്രഹങ്ങളെ ഒതുക്കി നിർത്തിയേ പറ്റൂ ഈ ഘട്ടത്തിൽ. അപ്പൊ തോന്നും, എന്താ ജീവിക്കാനല്ലേ ഇവിടെ വന്നത്? ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നവർക്ക് ഒരിക്കലും സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവില്ല. ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യും, പേടിച്ച് അടുത്ത മാസത്തെ ചെലവിനെ കുറിച്ച് വറീഡാവണം. ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യും, എന്നും ഇൻസ്റ്റെബിലിറ്റിയാണ്. അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ കാലാകാലം പണിയെടുത്തുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാന്നുള്ളത്, ഈ ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നത്. ഇതൊന്നും നമ്മൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മുടെ ഈഗോയാണ്. നമ്മുടെ ട്രോമ കിട്ടിയിട്ടുള്ള, പണി കിട്ടിയിട്ടുള്ള ആ ഈഗോ, ഇന്നർ ചൈൽഡിനെ ഫുൾഫിൽ ചെയ്യാനാണ്. ആ വേദനിക്കുന്ന ഇന്നർ ചൈൽഡിനെ ഫുൾഫിൽ ചെയ്തിട്ട് ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന സംഗതികളുടെ ഇടയിൽ
നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടാക്കിയുള്ള പണമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു, ലയബിലിറ്റീസിലേക്ക് പോകുന്നു, ലോൺ എടുക്കുന്നു, ഇൻസ്റ്റാൾമെന്റ് എടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ലോൺ എടുക്കുന്നു, സംഗതികൾ ചെയ്യുന്നു. ഇതെല്ലാം അടച്ചു തീട്ടാൻ വേണ്ടിയിട്ട് പിന്നീട് എന്ത് ചെയ്യാണ്? സ്ട്രെസ് അടിച്ചിട്ട് ഓരോ മാസവും പണം റോള് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് മാനേജ് ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു ആവറേജ് മലയാളിയാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇത് സോൾവ് ചെയ്തേ പറ്റൂ, തിരിച്ചറിഞ്ഞേ പറ്റൂ. ഹീലിംഗ് നടത്തണം. അതിനാണ് നമ്മൾ എന്ന് വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരാൻ പറഞ്ഞത്. ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് സമ്പത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നടക്കേണ്ട ഹീലിംഗ് ഉണ്ട്. ഇത്രയും ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യും? നേരെ ബിസിനസ് അങ്ങ് തുടങ്ങുമ്പോഴേക്കും തന്നെ നാട്ടുകാരെ കാണിക്കാനും ബോധിപ്പിക്കാനും വേണ്ടിയിട്ട് വലിയ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഒരു വലിയൊരു ഓഫീസ്. ഈ മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത ആളാട്ടോ ഞാൻ. ഈ ഈഗോ ഒക്കെ എനിക്കുണ്ടായിരുന്നു. വലിയ ഓഫീസ്, വലിയ ടീം, വലിയ വാഹനം, വലിയ സംഗതികളെല്ലാം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ്. എല്ലാം വലുത് വേണം. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോഫിറ്റ് വേണം, വല്ലതും ബാക്കി വരണം. ദാറ്റ്സ് ഓൾ. പണം വേണം, പ്രോഫിറ്റ് വേണം. ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ട ഐഡിയാസ്, അതിന് വേണ്ട രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അതാണ് ചില പ്രോഗ്രാം നടക്കുന്നത്. നിങ്ങൾ എന്തായാലും എന്ത് വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരിക. അതിന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8086007775. ആ നമ്പറിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ പേയ്മെന്റ് എടുക്കുക, വരിക, ആ നമ്പറിലേക്ക് വിളിക്കുക. ഓക്കെ, ആൻഡ് ജോയിൻ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. ദിസ് ഇസ് യുവർ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഈ പ്രോഗ്രാം വെച്ചത്. ഓക്കെ, ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ട പ്രോഗ്രാം. സോ കം ആൻഡ് ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി എന്ത് ചെയ്ത് ചിന്തിച്ചു നിൽക്കരുത്, വരിക. ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലെ? എത്രയോ സ്ത്രീകളുണ്ടെന്ന് വെച്ചാൽ ഒരു ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ വയ്യ. ഓക്കെ, വരുന്നിട്ടെന്ന് വെച്ചാൽ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ വയ്യ. ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ചില എത്രയോ സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് വരുമാനമില്ല, കയ്യിൽ ക്യാഷ് ഇല്ല, എന്ത് ചെയ്യും? അപ്പൊ വരണം, പഠിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. സാർ, അമിതമായി ആഗ്രഹിക്കുന്നത് നല്ലതല്ല. അമിതമായി ആഗ്രഹിക്കുന്നത് നല്ലതല്ല. എന്താണ് ഉദ്ദേശിച്ച ചോദ്യം? നല്ലതല്ലേ എന്നാണോ ചോദ്യം? നല്ലതാണോ എന്നാണോ ചോദ്യം? എന്താണ് ചോദ്യം? നല്ലതല്ലേ എന്നാണോ? ഓക്കെ, എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അതായത് അമിതമായി ആഗ്രഹിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായി ആഗ്രഹിക്കണ്ട. നിങ്ങൾ അർഹിക്കുന്നത് ആഗ്രഹിച്ചോളൂ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അമിതമാണ് എന്ന് തോന്നുന്നതൊന്നും നിങ്ങൾ ആഗ്രഹിക്കണ്ട. നിങ്ങൾ ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും നല്ലതാ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ആ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ പാടുള്ളൂ. ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുഴപ്പമില്ല, അത് നടപ്പിലാക്കുന്നത് എപ്പോഴാണ്? വരുമാനത്തിന്റെ 10%, ആ ആഗ്രഹം നടപ്പിലാക്കാനുള്ള കോസ്റ്റ് നിങ്ങളുടെ വരുമാനത്തിന്റെ 10% ആവുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ വരുമാനത്തിന്റെ ആ ഒരു വരുമാനത്തിന്റെ ആ ആഗ്രഹം നടപ്പിലാക്കാൻ വരുമാനത്തിന്റെ 55%, 60%, അല്ലെങ്കിൽ 40% ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹം നടപ്പിലാക്കാനായിട്ടില്ല, അതിനർഹിക്കുന്ന ആളല്ല. അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പണം വന്നു പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സോ ദാറ്റ് ഈസ് ദ ഇഷ്യൂ വി ഹാവ്. അധികം ആളുടെയും പ്രശ്നം അതാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവരുടെ ആവശ്യങ്ങൾക്ക് 25%, സാധാരണക്കാരെന്ന് വെച്ചാൽ 55% ആഗ്രഹമാണ്, 40% ആവശ്യമുള്ളൂ. ആവശ്യങ്ങൾ പലതും നിറവേറ്റില്ല പ്രോപ്പറായിട്ട്. എന്നാൽ അതിനും ഈ പറഞ്ഞില്ലേ നീഡ്സ് എന്ന് വെച്ചാൽ ബാക്കി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വളരെ 5% ഇൻവെസ്റ്റ് ചെയ്താലായി. ഓക്കെ, 6 അക്കൗണ്ട് മണി മാനേജ്മെന്റ് സിസ്റ്റം. ഇനി ഞാൻ പറയാൻ പോകുന്ന മെത്തേഡ് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കാം. നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ എന്ത് ചെയ്യുക? 6 അക്കൗണ്ടുകളിലേക്ക് മാറ്റും. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ RD അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വരുന്ന വരുമാനം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ റിക്കറിങ് ഡെപ്പോസിറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? വരുമാനം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് FFA, ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട്. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് NEC, നെസസിറ്റി അക്കൗണ്ട്. ഇതൊരു 6 അക്കൗണ്ടുകളാക്കി മാറ്റാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരുന്ന വരുമാനത്തെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ആറ് വഴികളിലേക്ക് തിരിച്ചുവിടണം. നേരത്തെ ഇവിടെ പറഞ്ഞത് എന്താണ്? 3 സംഗതികളാണ് അല്ലെ? നീഡ്സ്, വാണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ്. എന്നാൽ അതിനെ വീണ്ടും ഫർദർ ആയിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. FFA എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. അവിടെയാണ് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഫൈനാൻഷ്യലി ഫ്രീ ആവാൻ നമ്മളുടെ പണത്തെ നമ്മൾ ഉപയോഗിക്കുന്നത്. NEC എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ നെസസിറ്റി അക്കൗണ്ടാണ്, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എഡ്യൂക്കേഷൻ EDU എന്ന് പറയും. LTSS അടുത്തത് എന്താണെന്ന് വെച്ചാൽ LTSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം സേവിങ്സ് ഫോർ സ്പെൻഡിങ്. ലോങ് ടേമിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ സ്പെൻഡ് ചെയ്യുന്നത്. ഗിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്വദിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. നോക്കൂ, FFA ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ടിൽ എന്താ വരുന്നത്? അതിൽ വരുന്ന സംഗതി എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ടിൽ നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ പൈസ, നമ്മളെ പണം ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 10% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻകം ആഫ്റ്റർ ടാക്സ്, ടാക്സിന് ശേഷമുള്ള എമൗണ്ട് ആണ് ഇത്. ഇതൊരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. ഈ ക്യാഷ് ഇതൊരു പാസീവ് ഇൻകം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. ആൻഡ് ദിസ് ഈസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അത് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്, നിക്ഷേപിക്കാനുള്ളതാണ്. ഇതിൽ നിങ്ങൾ ഈ പണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടുന്ന പണം എന്താ വെച്ചാൽ 10%, മിനിമം 10% നിങ്ങൾ എന്ത് ചെയ്യുക? ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റിവെക്കും. അത് 20% ആക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഏറ്റവും ചുരുങ്ങിയത് 10% എന്ത് ചെയ്യണം? ഇതിലേക്ക് എന്ത് ചെയ്യുക? മാറ്റിവെക്കുക. അതായത് ഇതെന്തിനുള്ളതാണ്? ഒരു കാരണവശാലും അത് തൊടാൻ പാടില്ല. ഇത് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ പണത്തെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും. രണ്ടാമത്തെന്ന് പറയുന്നത് നെസസിറ്റി അക്കൗണ്ട്. നെസസിറ്റി അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് 50% ഇതിലേക്ക് ചെലവഴിക്കാം. അത്യാവശ്യ കാര്യങ്ങൾക്ക്, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ബില്ല്, സംഗതികൾ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് കുറച്ച് കൊണ്ടുവരണം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ 25%ലേക്ക് എത്തണം. അതിന് വരുമാനം കൂട്ടണം. വരുമാനം കൂട്ടിയാലേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 25ലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത് 50ൽ നിന്നോട്ടെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടേത് ഇതെന്തായിരിക്കണം? വരുമാനം കൂട്ടിയിട്ട് ഫൈനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട് എത്രയാക്കണം? 65% ആക്കണം. മനസ്സിലാവുന്നുണ്ടോ കളി? ഇത് 65%ലേക്ക് എത്തിക്കണം. അതിനെന്ത് ചെയ്യണം? വരുമാനം വർദ്ധിക്കണം. ഇതെന്ത് ചെയ്യണം? 50% ഇപ്പൊ നിന്നോട്ടെ, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ അത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 ചേഞ്ചും കൊണ്ടുവരണമെങ്കിൽ, അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ടിലേക്ക് 65% ആക്കി മാറ്റാനും നിങ്ങളുടെ നെസസിറ്റി അക്കൗണ്ട് 25% ആക്കി മാറ്റാനും നിങ്ങൾക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട ഒരു സംഗതിയാണ്, ഇപ്പൊ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു 10% എടുത്തിട്ട് സെൽഫ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ട്രെയിനിങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ പണം ഉപയോഗിച്ച് ക്ലാസ് പോയി അറ്റൻഡ് ചെയ്തിട്ട് സാമ്പത്തികമായിട്ട് എങ്ങനെ സുരക്ഷിതത്വം നേടാനുള്ള അറിവ് നേടുക, ബിസിനസ് ചെയ്യാനുള്ള അറിവ് നേടുക, വലതുവശത്തേക്ക് വരാനുള്ള അറിവ് നേടുക, കഴിവ് വർദ്ധിപ്പിക്കുക. വേറെ വഴിയിൽ അതിന് ഇപ്പൊ 10% മാറ്റിവെക്കണം. മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? ഇതൊക്കെ കേട്ടാലും ആന്നൊക്കെ മനസ്സിലാവും. വലിയ ബുദ്ധിമാന്മാരെ ഇരുന്നിട്ട് എന്ന് വെച്ചാൽ ഈ ഫ്രീ ക്ലാസ്സും കേട്ടിട്ട് ഇരുന്ന് അതാണ് ബുദ്ധി എന്ന് ചിന്തിച്ചിട്ട് ഈഗോ അടിച്ചിട്ട് അങ്ങോട്ട് പോകും. കലാകാലം ആ ട്രാപ്പിലിരിക്കുക. വിഡ്ഢിയാക്കാത്ത, സ്വയം വിഡ്ഢിയാകരുത്. നല്ല അറിവുകൾ ലഭിക്കണമെങ്കിൽ നല്ല കോച്ചിങ് ലഭിക്കണം, നല്ല സപ്പോർട്ട് ലഭിക്കണം. അതിന് പേയ്മെന്റ് കൊടുത്തേ പറ്റൂ. അത് മനസ്സിലാക്കുക. ഫ്രീ ആയിട്ട് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ, കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ, ഇത് പോരെ? പോരാ. പെയ്ഡ് ആയിട്ട് നിങ്ങൾ സർവീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ട്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മുഹമ്മദ് നിഷാദ് മുസ്തഫ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? നമ്മളുടെ EFT പ്രോഗ്രാമിൽ പെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്, വർക്ക് ഇപ്പൊ ചെയ്യുന്ന ഒരാളാണ്. മുസ്തഫ ഒന്ന് അൺമ്യൂട്ട്, മുസ്തഫ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നു. ഓക്കെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് വന്നപ്പോൾ? It was amazing. നിങ്ങൾ ഇവിടെ കേൾക്കുന്ന സാധനമാണോ അവിടെ കിട്ടുന്നത്? അല്ലല്ലോ. അതായത് ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്യാനുള്ള അറിവും ടെക്നിക്സും നോളജും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചില്ലേ സ്വർണം? യെസ്. അതിന്റെ ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു അല്ലെ?
അത് മാത്രമാണെന്ന് വെച്ചാൽ അത് മാത്രമല്ല, ഓരോ വിഷയങ്ങളും എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിന്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി തുടങ്ങി. അതെ, തീർച്ചയായും. യെസ്, അതെ അതെ. അതാണ് നമ്മൾ വെച്ചാൽ ഈ ഒരു സംഗതി ഇതാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ നിഷാദ് മുസ്തഫ അവരെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഈ ഒരു മൈൻഡ് സെറ്റിൽ, അതായത് കിട്ടുന്ന വരുമാനത്തിൽ നിശ്ചിത സംഖ്യ എടുത്തിട്ട് പഠിക്കാൻ തയ്യാറാണ്. നമ്മൾ പഠിക്കാൻ തയ്യാറായി പറ്റും. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോളജ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ലൈഫ് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, രണ്ട് തരത്തിലുള്ള നോളജ് ഉണ്ട്. സ്കാറ്റേർഡ് ആയിട്ടുള്ള നോളജും ഉണ്ട്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോളജ് ഉണ്ട്. സ്കാറ്റേർഡ് ആയിട്ടുള്ള നോളജ് എന്താ? അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന ചില അറിവുകൾ, അവിടുന്ന് ഇവിടുന്ന് നമ്മൾ എന്ത് വെച്ചാൽ ഒപ്പിച്ചെടുക്കുന്ന അറിവുകൾ. ഈ അറിവുകൾ നമ്മൾ എന്ത് ചെയ്യരുത്, അത് മാത്രം നമ്മൾ എന്ത് വെച്ചാൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഗ്രോ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു പറഞ്ഞ പോലെ അത് നിങ്ങളെ കൊന്നുകൊണ്ടേയിരിക്കും. ഈ അറിവ് കൊണ്ട് നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ചേഞ്ച് ഉണ്ടാവും. പക്ഷെ എന്ത് സംഭവിക്കും, വലിയൊരു ഗ്രോത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യില്ല, പോകില്ല. സ്ഥിരമായിട്ട് വലിയൊരു ഗ്രോത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു കോച്ച്, നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് നമ്മൾ മനസ്സിലാക്കുന്ന, നമുക്കൊരു കോച്ച് രൂപത്തിൽ നമ്മൾ സീരിയസ് ആയിട്ട് പെയ്ഡ് സർവീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ചോദിക്കാം, സപ്പോർട്ട് ചോദിക്കാം, ആൻഡ് ദേ വിൽ സപ്പോർട്ട്. സോ ബിസിനസ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. ഞാൻ എന്താ വെച്ചാൽ ഇന്നലെ ഒരു ഏകദേശം എൻ്റെ ഫ്രണ്ടിനോട് എന്താ വെച്ചാൽ 1.5 മണിക്കൂറോളം ഞാൻ സംസാരിച്ചു. 1.5 മണിക്കൂറോളം ഞാൻ സംസാരിച്ച വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുടെ ബിസിനസ് രക്ഷപ്പെടുത്തുന്നതിനെ പറ്റിയാണ്. ടീം ബിൽഡ് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആളെ പ്രോഗ്രാമിലേക്ക് വരണോ എന്ന് ചിന്തിച്ച് നിൽക്കും. നീ പറഞ്ഞു വായിടും, ഡോണ്ട് വറി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഹാവ് ടു നോ, നമ്മൾ എന്ത് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. വെൻ യു ഇൻവെസ്റ്റ് യു ഗെറ്റ് ദ റൈറ്റ് നോളജ്. രഹന ലൈക്ക് യു നോ, ഷീ ഈസ് ആൾസോ വൺ ഓഫ് അവർ സ്റ്റുഡന്റ്. ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഹസീന പറയുന്നത് നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്നതേ ആഗ്രഹിക്കാവൂ. ഹസീനയ്ക്ക് അറിയാത്തതുകൊണ്ട് പെയ്ഡ് പ്രോഗ്രാമിലേക്ക് വന്ന ആ ഡയലോഗ് പറയൂല. കൊക്കിൽ ഒതുങ്ങുന്നതേ ആഗ്രഹിക്കാവൂ, ഇതിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് ബിലീഫ്. നമുക്ക് കൊക്കിൽ ഒതുങ്ങാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? കൊക്കിൽ ഒതുങ്ങുന്നതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമല്ല. അറിവ് പഠിച്ചെടുക്കണം, എന്നാൽ കൊക്കിലൊതുങ്ങും. അല്ലാതെ വെറുതെ ഇപ്പോഴുള്ള അവസ്ഥയിൽ കൊക്കിലൊതുങ്ങൂല. സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്താൽ കൊക്കിലൊതുങ്ങും, അല്ലേ? ഒരു മലയെ നമുക്ക് നീക്കാൻ കഴിയില്ല നമ്മൾ പറയും. ഇന്നിപ്പോ മലയെ നീക്കുന്ന ടെക്നോളജി വന്നു. അറിവ് ഉള്ള ഒരാൾക്ക് അത് നീക്കാൻ പറ്റും. JCB ഓടിക്കാൻ അറിയിക്കുന്ന, പ്രവർത്തിക്കാൻ അറിയിക്കുന്ന ഒരാൾക്ക് മലയെ നീക്കാൻ പറ്റും. എന്നിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടിട്ട് മല ഉണ്ടാക്കാൻ പറ്റും. സിമ്പിൾ. അതായത് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം. അപ്പൊ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 10% നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ കിട്ടുന്ന വരുമാനത്തിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ, കോഴ്സുകളിലേക്ക് വരിക, കൺസൾട്ടേഷനിലേക്ക് വരിക, കോച്ചിങ്ങുകൾ എടുക്കുക, കൗൺസിലിങ്ങുകൾ എടുക്കുക. മനസ്സിലാവുണ്ടോ? ഇൻവെസ്റ്റ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. സാധാരണക്കാർ ഇത് ചെയ്യില്ല, എന്നിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. 3 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന്, നോട്ട് ചെയ്ത് വെച്ചോളൂ, 3 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് ഡാബ്ലേഴ്സ് എന്ന് പറയും. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അക്കരപ്പച്ച എന്ന് പറയും. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രസം, ആ ബിസിനസ് ചെയ്യാം, അതിന്റെ പിന്നാലെ പോകും, അല്ലെങ്കിൽ ആ കോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന സംഗതികൾ ചെയ്യാം, ഇന്ന ജോലിക്ക് പോവാം. ഒരു സ്ഥലത്തും ഒരു സ്ഥിരത ഉണ്ടാവില്ല, കറങ്ങി നടന്നുകൊണ്ടേയിരിക്കും. ഇതെന്താ സംഭവം? ട്രോമ റെസ്പോൺസ് ആണ്. ഒന്നിലും സാറ്റിസ്ഫൈഡ് ആവില്ല, പെട്ടെന്ന് ബോറടിക്കുന്ന സ്വഭാവം. ഒരു കമ്പനിയിലും ജോലി സ്ഥിരമായിട്ടുണ്ടാവില്ല, ജോലി ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക, ജോലി ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ക്ഷമയോട് കൂടിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് പ്രോബ്ലം? ജമ്പിങ് മെന്റാലിറ്റി. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർക്ക് കറക്റ്റ് ആയിട്ട് എന്താ വെച്ചാൽ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ബിസിനസ്സിൽ വരെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാർ. ഒരു ബിസിനസ് തുടങ്ങും, അത് കുറച്ച് ഒരു 30% ഗ്രോത്ത് വരും, പ്രശ്നങ്ങൾ വരുമ്പോൾ ഇട്ടേച്ച് പോകും, ടാബ്ലേഴ്സിന് വരും. ഇവർ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരു കോച്ചിന്റെയോ ഒരു ട്രെയിനിങ് പ്രോഗ്രാമോ ഒന്നും അറ്റൻഡ് ചെയ്യില്ല. സ്വന്തം ബുദ്ധിക്കാണ് അത് ആരംഭിച്ചത്, സ്വന്തം ബുദ്ധിക്കാണ് അത് തീരുമാനിച്ചത്, വൈൻഡപ്പ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ. വേറെ ഒരു മെന്ററുടെയോ ഒരു കോച്ചിന്റെയോ ഒരു സപ്പോർട്ട് ട്രെയിനറുടെയോ ഒരു സഹായം ചോദിക്കില്ല. ഇവരുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്.
അതുകൊണ്ട് തന്നെ പണം കൊണ്ടുപോയി കളഞ്ഞ് ബിസിനസ്സിൽ പ്രതിസന്ധി വന്നാലും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള കോച്ചിങ്ങോ ഗൈഡൻസോ സപ്പോർട്ടോ കാര്യങ്ങളോ നോക്കില്ല, സ്വന്തമായിട്ട് ഇരുന്ന് ആലോചിച്ച് വിഷമിച്ച് ഡൗൺ ആയിട്ട് ഒന്നും നടക്കൂല എന്ന് പറഞ്ഞ് മാർക്കറ്റിനെ കുറ്റം പറഞ്ഞ്, ആ ജോബിനെ കുറ്റം പറഞ്ഞ്, ആ ബിസിനസിനെ കുറ്റം പറഞ്ഞ്, സ്വന്തം കഴിവില്ലായ്മയോ സ്വന്തം കഴിവ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കാത്തതിന്റെ പോരായ്മ, ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത, ഇതിനൊക്കെ കുറെ എക്സ്ക്യൂസുകൾ പറഞ്ഞ് കാരണങ്ങൾ പറഞ്ഞിട്ട് നിർത്തിപ്പോകുന്ന ഒരാൾ, അതാണ് ഡാബ്ലേഴ്സ്. നിർത്തിപ്പോകുക, തുടങ്ങുക നിർത്തുക, ഇതാണ് അവരുടെ ഒരു രീതി. ഇതാണ് ഒരു വിഭാഗം ആൾക്കാർ. അടുത്ത വിഭാഗം, നിങ്ങൾ ഇതിൽ ഏതാ പെടുന്നതെന്ന് പറയണേ. അടുത്ത വിഭാഗം ആൾക്കാർ, ആദ്യത്തെ വിഭാഗം നമ്മൾ പറഞ്ഞു ഡാബ്ലേഴ്സ്, ഡി എന്ന് കമന്റ് ചെയ്യാം കേട്ടോ, ഡി. അടുത്ത വിഭാഗം ആൾക്കാർ എന്ന് പറയുന്നത് എസ് കാറ്റഗറിക്കാരാണ്. ഇവരുടെ പ്രത്യേകത ചില സ്ട്രെസ്സേഴ്സ് ആണ്. സ്ട്രെസ്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ വെച്ചാൽ ബിസിനസ്സോ അല്ലെങ്കിൽ പരിപാടികളോ കാര്യങ്ങളോ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബിസിനസ് ചെയ്യും, ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് സ്ട്രെസ് വരും, ഇതേപോലെ പ്രശ്നങ്ങൾ വരും, ബുദ്ധിമുട്ട് വരും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു, ഇവരെന്ത് വെച്ചാൽ റൺ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇവർക്ക് ഈ സ്ട്രെസ് കൊണ്ട് താങ്ങില്ല. ഇവർ വേറൊരാളുടെ ഒറ്റബുദ്ധിയാണ്. വേറൊരാളുടെ അഡ്വൈസ് ഇവർ എടുക്കൂല, വേറൊരാളുടെ സപ്പോർട്ട് ഇവർ എടുക്കൂല, വേറെ ട്രെയിനിങ് പ്രോഗ്രാം ഇവർ പോയിട്ട് അറ്റൻഡ് ചെയ്യൂല. ഇവർക്കൊരു ലേണബിൾ കോച്ചബിൾ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. ഇവർ ഈഗോയിസ്റ്റിക് ആണ്. ഇവർ മറ്റുള്ളവരുടെ മനസ്സിൽ അടുത്ത് വന്നിട്ട് പഠിക്കാൻ തയ്യാറില്ല. എക്സ്പേർട്ട് ആയിട്ടുള്ള അത് ചെയ്യാൻ പണി അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പഠിക്കാനോ പോകാനോ തയ്യാറല്ലാത്ത ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെന്ത് വെച്ചാൽ ബിസിനസ് പക്ഷെ കഷ്ടപ്പെട്ട് അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും, നിർത്തൂല. ഒരുപാട് കടം വാങ്ങിച്ചിട്ട് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് റോൾ ചെയ്തിട്ട് ആ പണം, ആ ബിസിനസ് നിർത്താതെ, ചിലപ്പോൾ നിർത്തേണ്ട ബിസിനസ് ആയിരിക്കും എന്നാൽ പോലും നിർത്താതെ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് അവസാനം മാർക്കറ്റിൽ എന്തെങ്കിലും സാഹചര്യം അനുകൂലമാകുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 30% ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ പിന്നെ അവർക്ക് എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രതിസന്ധി വരുന്നു. വീണ്ടും ഈ പ്രതിസന്ധികളുടെ ഇടയിലൂടെ ഓടിച്ചാടി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സ്വന്തം ഒറ്റപ്പത്തിക്ക് ആലോചിച്ച് കുറെ ടെൻഷൻ അടിച്ച് കുറെ വിഷമിച്ച് കുറെ ക്യാഷ് റോൾ ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് പിന്നെ എന്തൊക്കെയോ ചെയ്തിട്ട് അവസാനം മാർക്കറ്റ് അനുകൂലമാവുന്നു, ടക്ക് പിന്നെ അവർക്ക് കയറി പോകണം. അതായത് ഇവർക്ക് ബിസിനസ് എന്ന് പറഞ്ഞ സ്ട്രെസ്സാണ്. ഇത് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഒരു ഉപദേശം തേടിയാൽ ഇവർ ഉപദേശം തേടില്ല. ഇവർ സ്വന്തം ഒറ്റബുദ്ധിക്ക് ഇത് സ്ട്രഗിൾ ചെയ്ത് പോവാം. ഒരു ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമിലും പങ്കെടുക്കൂല. എല്ലാം ഞാൻ ചിന്തിക്കുന്ന പോലെയാണ് ശരി. ഇത്തരത്തിലുള്ള കോഴ്സുകളിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മണ്ടത്തരമാണ്, അതൊന്നും ശരിയല്ല. ബിസിനസ് അങ്ങനെ പഠിക്കാനുള്ളതല്ല, അനുഭവത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഞാൻ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച്, അതായത് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നുള്ള രീതിയിൽ പഠിച്ചുകൊണ്ട് പരാജയപ്പെട്ട് എന്താ പറയാ ഒരുപാട് തവണ പരാജയങ്ങളും നഷ്ടങ്ങളും സംഭവങ്ങളും കടങ്ങളും ബാക്കിയാക്കി അവസാനം ഇയാൾക്ക് കുറെ കടമുണ്ടാകും. ഇതാണ് അയാളുടെ അവസ്ഥ. കടങ്ങൾ ഒരിക്കലും ഇയാളെ വിട്ടുപോകും. കാരണം റോള് ചെയ്തിട്ടാണ് പ്രശ്നങ്ങൾ തീർക്കുന്നത്. ഈ റോള് ചെയ്തിട്ട് ഈ പൈസ കളയാണ്. അതുപോലും വേണ്ട ഒരു 10% നിങ്ങൾ ബിസിനസ് പ്രോഗ്രാം ട്രെയിനിങ് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ കൺസൾട്ടിങ്ങിനോ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പപ്പോ അതാണ് അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാർ, മാസ്റ്റേഴ്സ് എന്ന് പറയും. ഇവര് ബിസിനസ്സിൽ ആയിക്കോട്ടെ, ബിസിനസ് മാസ്റ്ററി നേടുന്നവരാണ്, അവര് പഠിക്കുന്നവരാണ്. കിട്ടുന്ന വരുമാനത്തിൽ നിശ്ചിത സംഖ്യ മാറ്റി വെച്ചിട്ട് ബിസിനസ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. ഇവര് ഇടയ്ക്കിടയ്ക്ക് ഒരിക്കൽ എന്താ വെച്ചാൽ മാസത്തിൽ 1-2 ട്രെയിനിങ് ഇവർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് മാസത്തിൽ 1-2 ട്രെയിനിങ് ഇവർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണ് ഇങ്ങനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്? അവർക്കറിയാം, അവർ ട്രാക്കിലാവണം, അവരുടെ ബ്രെയിനിലേക്ക് അവയർനെസ് കൊടുക്കണം, അവർക്ക് എപ്പോഴും ആ ചിന്ത കൊടുക്കണം, അവർക്ക് എപ്പോഴും എന്താ വെച്ചാൽ ആ മൈൻഡ് സെറ്റ് ചെയ്തേ പറ്റൂ. അത് ചെയ്തിട്ട് അതിൽ തന്നെ ക്ലിയർ ആയി ഗോളിൽ ഫോക്കസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നല്ല അറിവുകൾ പണം കൊടുത്ത് പഠിച്ച് അവർ ക്വാളിറ്റി ബന്ധങ്ങൾ ബിൽഡ് ചെയ്തിട്ട്, കാരണം അവിടെ ഇതേപോലെ ബിസിനസ് ഈ പഠിക്കാൻ താല്പര്യമുള്ള, അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, അതിനനുസരിച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള, നല്ല മനസ്സുള്ള, ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള, വളരെ ഹ്യൂമിലിറ്റി ഉള്ള, അഹങ്കാരമില്ലാത്ത, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ മനസ്സ് കാണിക്കുന്ന വിശാല മനസ്കരായിട്ടുള്ള ബിസിനസ്സുകാർ, നന്മയുള്ള ബിസിനസ്സുകാർ അവിടെ വരുന്നുണ്ട്. അവരെ മീറ്റ് ചെയ്യാനും അവരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാനും അവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു തിങ്കിങ് ഇയാൾക്കുണ്ട്. ഇയാളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് അതിനുള്ള ആൻസർ കിട്ടും. ആ ട്രെയിനറും ആ കോച്ചിനായിട്ട് നല്ല ബന്ധമുണ്ടാകും. കാരണം എന്താ വെച്ചാൽ അവർക്ക് പേയ്മെന്റ് കൊടുത്ത് അവരുമായിട്ട് സർവീസ് വാങ്ങുന്നത് കൊണ്ട് ഈ കോച്ചുമായിട്ട് ട്രെയിനറുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റും. കാരണം ക്ലയന്റ് ആണ്, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, സംസാരിക്കാം. എന്നിട്ട് വെച്ചാൽ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടെന്ന് വെച്ചാൽ
എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇയാളുമായിട്ട് സംസാരിച്ച് കൺസൾട്ട് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഇഷ്യൂസ് അപ്പപ്പോൾ സോൾവ് ചെയ്യും. കാരണം ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ 12ഓളം സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അധികം ആൾക്കാർ, ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രെസ്സസ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാവുന്നുണ്ടോ? ഇവർ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ പല രീതിയിൽ എന്താ വെച്ചാൽ, ഞാൻ പണം കൊടുത്തിട്ടല്ല, അല്ലെങ്കിൽ ഞാനിപ്പോ എന്റെ പ്രശ്നങ്ങളൊക്കെ പോയി പറഞ്ഞിട്ട് പുള്ളിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? എനിക്ക് പൈസയാണ് പ്രശ്നം, പുള്ളിക്ക് പണം തരാൻ പറ്റുമോ? അല്ല, പണമല്ല നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് പ്രോബ്ലം, നിങ്ങളുടെ കാഴ്ചപ്പാടാണ് പ്രോബ്ലം. പണം വരുത്താനുള്ള വഴി നോക്കുന്നില്ല എന്നുള്ള, അതിനുള്ള മൈൻഡ് ഇല്ല, അതിനുള്ള എനർജി ഡൗൺ ആയി കിടക്കുകയാണ്. നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമാണ്. ഹീലിംഗ് കിട്ടിയാൽ നിങ്ങൾ ക്ലിയർ ആവും, നിങ്ങളുടെ എനർജി തിരിച്ചു പിടിക്കാൻ പറ്റും. ആ എനർജി തിരിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ വരും. ആ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. പലപ്പോഴും പണമല്ല പ്രോബ്ലം, പണമല്ല നിങ്ങൾക്ക് സൊല്യൂഷൻ വേണ്ടത്. പണം വരുത്താനുള്ള വഴികളാണ്, അതിനുള്ള ട്രിക്കുകളാണ്, അതിനു വേണ്ട കറക്റ്റ് ഐഡിയാസ് ആണ്, പെട്ടെന്ന് സംഗതികൾ ഷിഫ്റ്റ് ചെയ്തെടുക്കാനുള്ള സംഗതികളാണ്. അല്ലെങ്കിൽ പണം ആണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ ആ പണം നിങ്ങൾ കൊടുക്കാനുള്ളതാണെങ്കിൽ അത് പറഞ്ഞു സംസാരിച്ചു വെക്കാനുള്ള കോൺഫിഡൻസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്. അയാളോട് കൂടുതൽ സമയം ചോദിക്കാനുള്ള ഒരു ആശയമായിരിക്കാം, ഐഡിയ ആയിരിക്കാം വേണ്ടത്. ചിലപ്പം നിങ്ങൾക്ക് എന്താ വെച്ചാൽ പണമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പണം നിങ്ങൾക്ക് വരുത്താനുള്ള പുതിയൊരു പ്രൊജക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. കാരണം പണം വരുന്നത് ഐഡിയകളിലേക്കാണ്, പണം വരുന്നത് മറ്റുള്ളവന്റെ പോക്കറ്റിലുള്ള ക്യാഷ് നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്നത് നിങ്ങൾ അയാൾക്കൊരു ഡ്രീം സെല്ല് ചെയ്യുമ്പോഴാണ്. ആ ഡ്രീം സെല്ല് ചെയ്യാനുള്ള കഴിവാണ് വേണ്ടത്. അയാളുടെ ലൈഫ് നിങ്ങൾ എങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കും, എന്നിട്ട് നിങ്ങൾ എങ്ങനെ അയാളുടെ പണം തിരിച്ചു കൊടുക്കും എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ എത്ര പണം വേണമെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് വരും. മണി വിൽ കം. തിൻ എയറിൽ നിന്ന് ഒന്നുമില്ലാത്തടത്താണ് പണം ഉണ്ടാക്കുന്നത്. പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ്? വേറൊരാളുടെ കയ്യിലുള്ള ക്യാഷ് നമ്മുടെ പോക്കറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് എന്താണ്? ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഐഡിയ. ഒരു ആശയത്തിൽ നിന്നാണ് സാധനം ഉണ്ടാകുന്നത്. ആശയമില്ലായ്മയാണ്, ക്രിയേറ്റിവിറ്റി ഇല്ലായ്മയാണ്. അത് ആദ്യം തിരിച്ചറിയണം. ഇതിനു വേണ്ടിയിട്ട് പഠിക്കാനുള്ള മൈൻഡ് ഉണ്ടാവണം. അല്ലാതെ ഞാൻ എന്തോ ആണ്, എനിക്കെല്ലാം അറിയാം എന്ന് വിചാരിച്ചിരുന്നാൽ ഒന്നുകിൽ സ്ട്രെസ്സേഴ്സ് ആവും, അല്ലെങ്കിൽ ഡാബ്ലേഴ്സ് ആവും. ഒരിക്കലും സ്ട്രഗിൾസിൽ നിന്ന് മോചിതനാവാൻ കഴിയില്ല. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ലുബൈബ. സർ, വാട്ട് കൈൻഡ് ഓഫ് ട്രോമാസ് വിൽ ബി ഹീൽഡ് ആസ് യു മെൻഷൻഡ്? ഏതൊക്കെ ട്രോമാസ് ആണ് ഹീൽ ചെയ്യപ്പെടുക എന്നുള്ളത് അല്ലെ? പണം മാനേജ് ചെയ്യുന്നതിൽ പല ആൾക്കാർക്കും പ്രശ്നം, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പ്രശ്നം ഉണ്ടാകുന്നത് ചെറുപ്പത്തിൽ, അതായത് ഇമോഷണൽ സ്പെൻഡിങ് ഉള്ളത് കൊണ്ടാണ്. ഇമോഷണൽ സ്പെൻഡിങ് ചെറുപ്പത്തിൽ വേണ്ടത്ര രീതിയിൽ റെക്കഗ്നീഷൻ ലഭിച്ചിട്ടില്ല, പരിഗണന ലഭിച്ചിട്ടില്ല, അപ്രീസിയേഷൻ ലഭിച്ചിട്ടില്ല, ഒരുപാട് പരിഹാസങ്ങൾ ലഭിച്ചു. ആ ട്രോമ ഉള്ളത് കൊണ്ടാണ് പെയിൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് വെച്ചാൽ ഒരുപാട് പണം ചെലവഴിച്ചിട്ട് റെക്കഗ്നിഷൻ, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, പർച്ചേസ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഒരു എക്സാമ്പിളാണ് ഞാൻ പറയും. അയാൾക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവില്ല, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. കാരണം അത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പക്ഷെ പണം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിയാത്തതിന് കാരണം ഒരു കാരണം എന്തായിരിക്കും? കുറെ കാരണങ്ങളുണ്ടോ. അതിൽ ഒരു കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ റെക്കഗ്നിഷന്റെ കുറവ്. അപ്പൊ ചെറുപ്പത്തിലുള്ള ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മളവിടെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ്, ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് അത് ആ ഒരു ഇഷ്യൂ ആൾക്ക് റിസോൾവ് ആകും. പിന്നെ ആൾക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അത് അവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുക. ഒന്നവിടെ ഹീലിംഗ്, പ്രാക്ടിക്കലായിട്ട് ഹീൽ ചെയ്യും, അതവിടെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് അതെന്ന് വെച്ചാൽ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് വരുന്നത് ആ സമയത്തൊക്കെ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു എക്സാമ്പിൾ പറയും. നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ച സമയത്ത് മാത്സ് ടീച്ചർ നിങ്ങൾക്ക് ഭയമായിരുന്നു, നമ്പറുകൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല, നോക്കുന്നത് ഇഷ്ടമല്ല, കണക്കുകൾ എഴുതി വെക്കുന്നത് ഇഷ്ടമല്ല. കാരണം മാത്സ് ടീച്ചർ നിങ്ങൾക്ക് നല്ല ഭയമായിരുന്നു എങ്കിൽ, ട്രോമ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഒരു പ്രോബ്ലമാണ്. സോ നമ്പേഴ്സിനെ നമ്മൾ ലവ് ചെയ്തേ പറ്റൂ, സ്നേഹിച്ചേ പറ്റൂ. കാരണം ബിസിനസ് ഈസ് ഓൾ അബൌട്ട് നമ്പേഴ്സ്. മാർക്കറ്റിംഗ് ആണെങ്കിലും നമ്പറാണ്, സെയിൽസ് ആണെങ്കിലും നമ്പറാണ്, പ്രോഫിറ്റ് ആണെങ്കിലും നമ്പറാണ്, നഷ്ടങ്ങളാണെങ്കിലും നമ്പറാണ്. എവറിത്തിങ് ഈസ് നമ്പേഴ്സ് ഇൻ ബിസിനസ്. നമ്പറുകൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വായിക്കാനുള്ള മനസ്സുണ്ടാവണം, കണക്കുകൾ എഴുതി വെക്കാനുള്ള മനസ്സുണ്ടാവണം. ഈ സംഗതികൾക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവണം. അത് നിർബന്ധമായിട്ട് മാനേജ് ചെയ്ത് നടന്നേ പറ്റൂ. എങ്കിൽ മാത്രമേ ബിസിനസ് മാനേജ്മെന്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. സോ ആ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ ചെറുപ്പത്തിൽ? മാത്സുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ, കണക്കുമായി, നമ്പറുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫിയർ ഉണ്ടോ? അത് ഹീൽ ചെയ്ത് കളയണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു. വേറെ എക്സാമ്പിൾ എന്താ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളത്, വേറെ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീം ബിൽഡ് ചെയ്യാൻ കഴിയുന്നില്ല. എന്താ ടീം ബിൽഡ് ചെയ്യാൻ കഴിയാത്തത്? ലാക്ക് ഓഫ് ട്രസ്റ്റ് ആണ്. ലാക്ക് ഓഫ് ട്രസ്റ്റ് എങ്ങനെ വരുന്നതാണ്? ചെറുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പരിഹാസം, കുറ്റപ്പെടുത്തലുകൾ, നല്ല ചതി കിട്ടി, വഞ്ചന കിട്ടി, പണി കിട്ടി,
സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള പാരന്റിങ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിയാണ്, ബന്ധങ്ങളിൽ പേടിയുണ്ടാവും, ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. വേറൊരാള് നിങ്ങളെ കൺട്രോൾ ചെയ്യുമോ, ട്രാപ്പ് ചെയ്യുമോ, അവർ ചതിക്കുമോ, അങ്ങനെയുള്ള തിങ്കിങ്. നെറ്റ്വർക്കിംഗ് സ്കില്ല് ഇല്ലാത്ത ബിസിനസ്സുകാരുണ്ട്. എന്താ കാര്യം? റിലേഷൻഷിപ്പോ ബന്ധങ്ങളോ ബിൽഡ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ. ഇതെന്താണ് സംഗതി? മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്ക് മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. സോ നിങ്ങളുടെ ബിസിനസ് റിസ്ക് എടുക്കാനുള്ള ഭയം, ഇതൊക്കെ എവിടുന്ന വരുന്നത്? മിസ്റ്റേക്സ് വരുത്തും എന്നുള്ള ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള ട്രോമയാണ് റിസ്ക് എടുക്കാൻ കഴിയാത്തത്. ഇപ്പൊ റിസ്ക് എടുക്കാൻ കഴിയാത്തതിന്റെ കാരണം ചെറുപ്പത്തിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതിനു മുൻപ് നിങ്ങൾ ആരും ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളെ വികൃതി എന്ന് വിളിച്ചു, കുരുത്തം കെട്ടവൻ എന്ന് വിളിച്ചു, നന്നായിട്ട് അടി കിട്ടി, വഴക്ക് കിട്ടി, സംഗതികൾ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് എന്താണ്? കൺട്രോൾഡ് പാരന്റിങ് ആണ് നിങ്ങൾക്ക് സംഭവിച്ചത്. നിങ്ങളുടെ ഉള്ളിൽ എന്ത് സംഭവിച്ചു? മിസ്റ്റേക്സുകൾ വരുത്താനോ പുതിയത് ട്രൈ ചെയ്യാനോ പിന്നെ പേടിച്ചു ഒതുങ്ങിപ്പോയി. നൗ യു ആർ എ സേഫ്റ്റി മൈൻഡഡ് പേഴ്സൺ. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ കഴിയുന്നില്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കം ടു ദ പ്രോഗ്രാം ആൻഡ് സോൾവ് യുവർ ഇഷ്യൂ. എനിക്കതാ പറയാനുള്ളത്. ഒരുപാട് സംഗതി ഇതുപോലെ ഏകദേശം 10-12 മിനിമം ഇഷ്യൂസ്, പ്രാഥമികമായിട്ട് 12ഓളം ഇഷ്യൂസ് ബിസിനസ്സുകാർക്കുണ്ട്. അത് സോൾവ് ചെയ്യുന്നത് നമ്മളവിടെ അനലൈസ് ചെയ്യുന്നത്. സോ കം ആൻഡ് ജോയിൻ. ഓക്കെ, വരിക. എന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ആ ഒരു കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8086880775 എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8086880780 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കും. ഓക്കെ, ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പറുണ്ട്. പ്രോഗ്രാമിലേക്ക് വരിക. പ്രോഗ്രാമിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുക? പങ്കെടുക്കുക. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്തെടുക്കണം. അപ്പൊ ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞു എഡ്യൂക്കേഷൻ, അല്ലേ? നിങ്ങളുടെ പറയാനുള്ളല്ലോ, നമുക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്, അല്ലേ? 10% ട്രെയിനിങ് പ്രോഗ്രാം, കൺസൾട്ടേഷൻ, ഡെവലപ്പ് യുവർ സ്കിൽ സെറ്റ്. അപ്പൊ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പ്രാധാന്യം. ഇത് പല ആൾക്കാരും ചെയ്യുന്നില്ല. എഡ്യൂക്കേഷൻ ഒരു 10% മാറ്റുക. അടുത്തതാണ് LTSS, ലോങ് ടേം സേവിങ്സ് ഫോർ സ്പെൻഡിങ്. ഇത് ചെലവാക്കാനുള്ളതാണ്. പക്ഷെ എന്താ ചെയ്യേണ്ടത്? ഇത് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ലയബിലിറ്റീസ് ക്ലോസ് ചെയ്യാൻ, സംഗതികൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലോൺ ഉണ്ട് എങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10-20%. നേരത്തെ ചോദിച്ചു ഇക്ബാൽക്ക, നിങ്ങൾക്ക് ഇതിൽ 20% കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ 10% എങ്കിലും ചെയ്യുക. ഡ്രീം ഹോം, സ്വന്തമായിട്ട് ഡ്രീം ഹോം, നമ്മുടെ ഒരു ആഗ്രഹിക്കുന്ന സ്വപ്ന വീട്, അതിനു വേണ്ടിയിട്ട് ഈ സേവിങ്സ് മാറ്റി വെക്കാം. ചെലവാക്കാനുള്ളതാണിത്. മക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ചെലവഴിക്കാനുള്ളതാണ്. പ്രോപ്പർട്ടി, കാറുകൾ വാങ്ങാനും, ഈ പറഞ്ഞിരിക്കുന്ന പ്രവാസികൾക്കൊക്കെ ഒരുപാട് ഭയങ്കര ഗോൾ ഉണ്ടാവും, നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നു. അപ്പൊ ഇതിനെന്താ വേണ്ടത്? ഈ ഒരു അക്കൗണ്ടിലേക്ക് എത്ര പൈസ നിങ്ങൾ മാറ്റി വെക്കുന്നു എന്നുള്ളതാണ്. ലോങ് ടേമിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ചെയ്യുന്ന എമൗണ്ട്. അടുത്തത് 10% or 5% എന്ത് ചെയ്യണം? ഗിവ്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി. 10% അല്ലെങ്കിൽ 5% എന്ത് ചെയ്യാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻക്രീസ് കോൺഫിഡൻസ് ടു ക്രിയേറ്റ് മോർ. നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. ടു ക്രിയേറ്റ് മോർ ടു യുവർ പാരൻസ്, ടു യുവർ പീപ്പിൾ. നമ്മൾക്ക് മറ്റുള്ളവർക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരാൻ നമ്മൾ മറ്റുള്ളവർക്ക് നൽകണം. എന്തെങ്കിലും 5%ഓ എന്തെങ്കിലും ചാരിറ്റികൾ ചെയ്യാം. അത് നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാം, പാവപ്പെട്ടവർക്ക് കൊടുക്കാം. ഗീവ് അക്കൗണ്ട് എന്ന് പറയും. അതിൽ 5%, അതൊന്നും കൊടുത്തില്ലെങ്കിലും 2.5% കൊടുക്കുക. അടുത്തത് നിങ്ങൾ എന്താ വെച്ചാൽ പ്ലേ, 10 അല്ലെങ്കിൽ 5% വരാൻ പാടുള്ളൂ. എന്താണ്? കളിക്കാൻ, ഫാമിലി ട്രിപ്പ് നടത്താൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗാഡ്ജറ്റുകൾ വാങ്ങാൻ, വെക്കേഷന് പോകാൻ. മനസ്സിലാവുന്നുണ്ടോ? അധികം ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമ്മൾ വീണ്ടും അടുത്ത ഇതിലെ സീരീസിലെ ഫൈനൽ സെഷനുമായിട്ട് നാളെ വരികയാണ്. 7 ദിവസം, ഇതിൽ 6 ദിവസം കംപ്ലീറ്റ് ചെയ്തു. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഡിഡ് യു ലേൺ എ ലോട്ട്? പഠിച്ചോ ഒരുപാട്? ഉപകാരപ്പെട്ടോ? ഈ മോർണിംഗ് സെഷൻ ശരിക്കും ഉപകാരപ്പെട്ടോ? സ്ഥാനം സമ്പത്തിനെ വർദ്ധിപ്പിക്കും. ശരിക്കും ഉപകാരപ്പെട്ടോ? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയോ? മൈൻഡ് സെറ്റ് ഒരുപാട് ചേഞ്ച് ആയോ? അൺബിലീവബിൾ, റിയാസ് പറയും. താങ്ക് യു സോ മച്ച്. ആ വേർഡ്, അതാണ് എനിക്ക് കേൾക്കുന്നത്. അൺബിലീവബിൾ ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ലഭിച്ചു. താങ്ക് യു സോ മച്ച്. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇനി എത്ര നമ്മുടെ അടുത്തുണ്ട്? അടുത്ത സീരീസ് വരാൻ പോകുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിക്കുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ വിളിക്കുക. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പറയുള്ളൂ. പരമാവധി അവരെ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറയും.
Okay. Yes, beneficial, gives more insight. Very good, fantastic. Thank you so much. അപ്പം ഈ ഒരു അടുത്ത നാളെ നമുക്ക് വീണ്ടും വേറെ സെഷൻ ഉണ്ട്. ഒരുപാട് ഇതൊക്കെ നമ്മൾ ഹൈലി പെയ്ഡ് ആയിട്ട് ചെയ്യുന്ന പ്രോഗ്രാമിൽ നൽകുന്ന സെഷൻസ് ആയിട്ട് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഇവിടെ നൽകുന്നത്. അതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നൽകുന്ന കുറേ പ്രോഗ്രാമിൽ, പല പെയ്ഡ് പ്രോഗ്രാമിൽ നൽകുന്ന അറിവുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നൽകുന്നത്. That is also good. So you are getting a lot of things. Thank you so much. I'm so happy, I'm so glad that, എങ്ങനെ ഉണ്ടായിരുന്നു ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് ഒക്കെ മനസ്സിലായല്ലോ ശരിക്കും. ഇപ്പൊ എവിടേക്ക് പോകണം? വലതുവശത്തേക്ക് പോകണ്ടേ? നടക്കുവോ? വലതുവശത്തേക്ക് മാറിയേ പറ്റൂ കേട്ടോ. ഓക്കെ, പണം ഉണ്ടാക്കുന്ന രൂപത്തിൽ. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരിക. പ്രോഗ്രാമിൽ വന്ന് ഇപ്പൊ ഇതാണ് ഇവിടുന്ന് കിട്ടുന്നതെങ്കിൽ പെയ്ഡ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനും നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും മറക്കരുത്. ദർ ആർ ലോട്ട് ഓഫ് നോളജ്. ഞാൻ പറയല്ലോ, ഞാൻ എൻ്റെ ഒരു ഇതായിട്ട് പറയല്ല, പേഴ്സണൽ ഹീലിംഗിൽ നമ്മൾ അതിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ട്രോമ ഹീലിംഗ്, ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ, പേഴ്സണൽ ഡെവലപ്മെന്റ്, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ, ലൈഫിൽ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബിസിനസ് പരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നോളജ് ഉണ്ട്. അതിലെ ഒരുപാട് ട്രെയിനിങ്സുകളും സംഗതികളും അല്ലെങ്കിൽ അതിലുള്ള അറിവുകൾ റിസർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ടും നമ്മൾ പഠിച്ച് ട്രൈ ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള സംഗതികളുണ്ട്. ദെൻ ദർ ഈസ് ലൈക്ക് അപ്പോ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ മാറാൻ, അതേപോലെ തന്നെ ബിസിനസ്, അതേപോലെ റിലേഷൻഷിപ്പ് ലെവലിലേക്ക് വരും. നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ റിലേഷൻഷിപ്പ്, ഫാമിലി ആൻഡ് പാരന്റിങ് എന്ന് പറയുന്ന വിഷയത്തിൽ ഇത് നമ്മുടെ ലൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ, കരിയറിൽ വരുമ്പോൾ, പെർഫോമൻസിലേക്ക് വരുമ്പോൾ, പ്രൊഡക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ, സെയിൽസിലേക്ക് വരുമ്പോൾ, മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ, so you're at the right place and you are going to learn a lot of things. നിങ്ങൾ ഇത്രയും ഇതുപോലത്തെ അറിവുകൾ അടുത്തൊരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും? ഒരുപാട് മാറുമോ ഇല്ലയോ? മാറിയേ പറ്റൂ, വേറെ വഴിയില്ല. നിങ്ങൾ ഈ സെഷനിൽ ഇരിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മാറിയേ പറ്റൂ. നിങ്ങൾക്ക് മാറ്റം വരും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ട്രിഗർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പ്രോഗ്രാമിലേക്ക് വരിക, മറക്കരുത്. ദിസ് ഇസ് എ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇനി ആകെ 2-3 പേർക്കുള്ള അവസരമുള്ളൂ. 3 പേർക്കൊക്കെ കണ്ടിട്ട് അവസരമേ ഉള്ളൂ. ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, കം ആൻഡ് ജോയിൻ. നിത്യാഭിനയ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഉപകാരപ്പെട്ടോ? നിങ്ങൾക്ക് ഫീഡ്ബാക്സുകൾ ഷെയർ ചെയ്യാം. യു ക്യാൻ ഷെയർ യുവർ ഉപകാരപ്പെട്ടോ? ഹലോ, very effective and motivation. Motivational knowledge. അറിവുണ്ട്. വെരി ഗുഡ്. നാളെ എന്ത് ചെയ്യാം? പറഞ്ഞതുപോലെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് ബിസിനസ് പ്രോഗ്രാമിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ്. മറ്റന്നാൾ പ്രോഗ്രാം ഉണ്ടാവില്ല. മറ്റന്നാൾ മോർണിംഗ് സെഷൻ ഉണ്ടാവില്ല. സൺഡേ പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, ദെൻ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നിങ്ങളുടെ നമ്പറിലേക്ക് എന്ത് ചെയ്യാം? വിളിക്കുക, പ്രോഗ്രാമിലേക്ക് വരിക. ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ. സാർ, ഞാൻ കഴിഞ്ഞ ദിവസം സാറിന്റെ ക്ലാസ് കിട്ടിയിട്ട് തന്നെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഞാനും സുഷേഖും ഉണ്ട്. പറഞ്ഞോളൂ. ഹലോ. ഓക്കെ സാർ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അന്നേരം ഞാനും സുഷേഖും കൂടി ഞങ്ങൾ 2 പേരും ക്ലാസ്സിലാണ് EFT പ്രോഗ്രാമിന് വന്നിരുന്നു. ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഒരു സ്വന്തമായിട്ട് ഞാൻ അല്ലാതെ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ചെയ്യാന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും നടന്നിട്ടുണ്ട്. താങ്ക് യു. പിന്നെ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ഞങ്ങളെ നാട്ടില്, ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ. യൂട്യൂബിലൊക്കെ ഒരുപാട് ഇതില് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയാണ് സ്റ്റാർട്ടിങ്. അങ്ങനെ ഇന്നലെ നല്ല രീതിയിൽ വന്നു. ഇനിയിപ്പോ എന്തായാലും സാറിന്റെ പ്രോഗ്രാം കൂടെ തന്നെ ഇനി ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അതേപോലൊക്കെ ചെയ്യണം തന്നെയാണ്. മറ്റന്നാൾ പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ടോ? എന്തായാലും വരും കേട്ടോ.
ആ ഓക്കെ പ്രോഗ്രാമിലേക്ക് എന്തായാലും വരൂ കേട്ടോ. മറ്റന്നാൾ എന്താ വെച്ചാൽ അന്നിപ്പോ ഞായറാഴ്ചയാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണോ, എന്താണ് അവസ്ഥ, അതായത് എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യും, പ്രോഗ്രാമിലേക്ക് എത്താൻ പറ്റുമോ? പ്രോഗ്രാമിലേക്ക് എത്തണം എന്നുണ്ട്. അന്ന് ഞായറാഴ്ച ഒരുപാട് ആളുകൾ വരിക, അങ്ങനെ ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ആരെങ്കിലും ഒരാൾ എന്താ വെച്ചാല് അവിടെ ടീമിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളൊന്ന് വരാൻ പറ്റുമെങ്കിൽ വരൂ കേട്ടോ. ഓക്കെ. ഓക്കെ നിങ്ങൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഒരാളെങ്കിലും വരും, ആരെങ്കിലും ഒരാൾ. രണ്ടാൾ വരണം എന്ന് നിർബന്ധം ഞാൻ പറയുന്നില്ല. രണ്ടാൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും വരും. രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയാ, നിങ്ങൾക്ക് ആ ബിസിനസ് ക്ലിക്ക് ആക്കാനുള്ള ഒരുപാട് ഐഡിയാസ് അവിടെ കിട്ടും. മനസ്സിലാക്കിട്ടോ? കാരണം നല്ലൊരു സ്പോട്ടിൽ നിങ്ങൾ ഒരു ഹോട്ടൽ, ഏറ്റവും റിസ്ക് ഉള്ള ബിസിനസ് എന്താണെന്ന് അറിയോ? ഹോട്ടൽ ബിസിനസ് ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളതും ഹോട്ടൽ ബിസിനസ് ആണ്. ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. ഓക്കെ. അപ്പൊ അതിനെന്താ വെച്ചാൽ നിരന്തരം അതിനെന്താ വെച്ചാൽ ആ ഒരു മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്യണം, അപ്രോച്ച് ചെയ്തിട്ട് പോകണം. അതിന് വേണ്ടിയുള്ള ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യണം. എനിവേ പ്രോഗ്രാമിലേക്ക് എന്തായാലും വരാൻ പറ്റുമെങ്കിൽ എന്തായാലും വരൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു പ്രോഗ്രാമിൽ വന്നതിന് ശേഷമാണോ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ സർ. ഒരു കോൺഫിഡൻസ് വന്നതൊക്കെ തന്നെ അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ശരിക്കും നമ്മൾ കാണാനുള്ള ഒരു ഇതിലേക്ക് എത്തിയതൊക്കെ സാറിന്റെ പ്രോഗ്രാമിൽ വന്നിട്ട് തന്നെയാണ്. EFT കഴിഞ്ഞു. അന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിന് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അങ്ങനെ എന്തായാലും ഇവിടെ ഞങ്ങൾ മാത്രമേ ഇപ്പൊ ഉള്ളത്. ആ ഒരു നല്ല രീതിയിൽ അത് ശരിക്കും പ്ലാൻ ചെയ്ത് സാറ് പറഞ്ഞ മാതിരി തന്നെ ആ രീതിയിൽ പോവാൻ വെച്ചാൽ ഒരുപാട് സാധ്യത കിടക്കുന്നുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും നല്ല രീതിയിലേക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ. അതിന് വേണ്ട സ്ട്രാറ്റജികൾ, സംഗതികൾ, ഇതൊരു തുടക്കമാവട്ടെ. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് നമ്മുടെ ഈ മോർണിംഗ് ക്ലാസ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഇതിൽ നിന്ന് തന്നെ ഒരുപാട് ബിസിനസ്സുകാരുണ്ടാവും. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന, ഒരുപാട് പേർക്ക് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് കാരണമാകുന്ന ഒരുപാട് ബിസിനസ്സുകൾ ഇതിൽ നിന്ന് ഉണ്ടാവണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഓൾറെഡി ഒരു ബിസിനസ് കേട്ടു, ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് കേട്ടു. വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. കോഴിക്കോട് കാശ്മീർ കുന്ന് എന്നാണ് പറയുന്നത്. എവിടെ? കോഴിക്കോട് കാശ്മീർ കുന്ന്. എല്ലാവർക്കും സ്വാഗതം അങ്ങോട്ട്. ഓ, കാശ്മീർ കുന്ന്. തീർച്ചയായിട്ടും കാശ്മീർ കുന്നിലേക്ക് ഒരു ദിവസം ഞാൻ വരാം. അന്ന് നിങ്ങളുടെ അടുത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച്. പറഞ്ഞോളൂ. സാറ് പറഞ്ഞല്ലോ മറ്റുള്ളവരുടെ പോക്കറ്റിലെ കാശ് കൊണ്ട് നമുക്ക് ബിസിനസ് നടത്താന്നുള്ളത്. ആ പോയിന്റ് നല്ലൊരു പോയിന്റ് ആയിട്ട് തോന്നി. ഞാന് അതുകൊണ്ട് ചില ആൾക്കാരോട് സംസാരിച്ചിട്ട് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടത്, അത് വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. തീർച്ചയായിട്ടും. പിന്നെ അതിനുള്ള ടെക്നിക്ക് അടുത്ത നെക്സ്റ്റ് സാറുടെ പ്രോഗ്രാമിൽ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കേണ്ടത്. തീർച്ചയായിട്ടും. എന്തായാലും ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ കഴിയില്ലേ? അന്നൊരു പരിപാടി തൃശ്ശൂര്, അപ്പൊ വരാൻ പറ്റാത്ത അവസ്ഥ. ശരി, നിങ്ങൾ വിഷ്വലൈസ് ചെയ്തോളൂ. ചിലപ്പോൾ ആ പ്രോഗ്രാം ഒക്കെ ക്യാൻസൽ ആയി നിങ്ങൾ ചിലപ്പോൾ അടുത്തു. ഓക്കെ. എനിവേ, എന്തായാലും ഇതല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാമിലേക്ക് വരാൻ കഴിയണം. ഓക്കെ. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ. കമ്പനി തന്നെ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതൊരു രണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കൂട്ടിമുട്ടിയതുപോലെയാണ് ഇപ്പൊ തോന്നുന്നത്. ഉള്ളതല്ലേ? കറക്റ്റ് സമയം തേടിയ വെള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ. അതെ. ശരി. ഓക്കെ. എന്തായാലും വളരെയധികം സന്തോഷം. പ്രോഗ്രാമിൽ വെച്ചിട്ട് കാണാം. താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ ജോയിനിങ്. നമുക്ക് ബാക്കിയുള്ള സെഷനിലേക്ക് നമുക്ക് കിടക്കാം. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.